എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരാളെ പൂർണ്ണ ആരോഗ്യവാൻ എന്ന് പറയുന്നെങ്കിൽ മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി ഒരു കോമ്പിനേഷൻ വേണമെന്ന് പറയാം. അതിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് എക്സ്പെർട്ടിനെ അറിയാം. സ്പിരിച്വൽ ഹീലിംഗുമായി ബന്ധപ്പെട്ട് താന്ത്രിക് ലെവലിലുള്ള ഒരുപാട് പേരെ അറിയാം. മാനസികാരോഗ്യവും ഈ സ്പിരിച്വൽ ഹീലിംഗുമായിട്ട് ഒരു കോമ്പിനേഷനുള്ള ഒരു അന്വേഷണമായിരുന്നു നിർവാണയുടെ. അത് എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങൾ ഈ വിശിഷ്ടാതിഥിയിലേക്കാണ്. ഈ വിശിഷ്ടാതിഥിയിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ സൈക്കോളജിയിൽ PhD റിസർച്ച് നടത്തുന്ന റിസർച്ച് സ്കോളറായ താന്ത്രിക്കിൽ പരമ്പരാഗതമായി ഒരുപാട് എക്സ്പെർട്ടൈസ് ഉള്ള ശ്രീധരൻ നമ്പൂതിരിയാണ്. കൂടെ നമ്മുടെ ഉള്ളത് നിർവാണയുടെ ഫൗണ്ടറും പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റുമായ റിനു പി അശോകാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കുകളാണ് സൈക്കോളജി, മനസ്സ്, തന്ത്ര, ഹീലിംഗ്, എനർജി എന്നുള്ളതൊക്കെ. പക്ഷെ ഇതിനകത്തൊക്കെ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള തോട്ട്സും ഒരുപാട് കൺഫ്യൂഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്, ഒരുപാട് നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാരിലേക്ക് ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ്, എന്താണ് ശരിക്കും തന്ത്ര, അതും മനസ്സുമായിട്ടുള്ള ബന്ധം എന്താണ് ഇത് എനർജി റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വളരെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്കപ്പോൾ തുടക്കത്തിൽ തന്നെ എന്താണ് തന്ത്ര എന്നുള്ളത്, അതും മനസ്സുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മൾ തന്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ തന്ത്ര എന്ന് പറയുന്നുണ്ട്. തന്ത്രം എന്ന് പറയുന്നത് ശരിക്കും ടെക്നിക്സ് എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അപ്പം എന്തിനുള്ള ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കേതങ്ങൾ എന്ന് നമുക്ക് പറയാം. എപ്പോഴും ചില മെത്തേഡ്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചില മെത്തേഡ്സ് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ എഫക്റ്റീവായി ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ടെക്നിക്സ് എന്ന് നമ്മൾ നോർമലി പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ ടെക്നിക്സ് ഫോർ ആൾ എന്നെങ്കിലും പറയാം. എന്തിൻ്റെയും ലോകത്തുള്ള എന്തിൻ്റെയും ടെക്നിക്സിൻ്റെ അടിസ്ഥാനം തന്ത്രമാണ്. എവിടെ ഒരു ടെക്നിക്സ് വർക്ക് ചെയ്യുന്നുണ്ടോ അത് തന്ത്രം. അത് ശാരീരികവും മാനസികവും അല്ലെങ്കിൽ സ്പിരിച്വലും എല്ലാ മേഖലകളിലുമായിട്ടും ഈ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് മനുഷ്യൻ ഇത്രയും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്നിക്സിൻ്റെ അടിസ്ഥാനപരമായി ഉള്ള ഘടകങ്ങൾ, അതിൻ്റെ സങ്കേതങ്ങൾ എന്ന് പറയുമ്പോൾ അത് ശരിക്കും നോളജാണ്. ആ ഒരു ടെക്നിക്സ് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്നുള്ള നോളജാണ് ആ ടെക്നിക്കെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ നോളജ് ബേസ് ചെയ്തിട്ടുള്ള ലൈഫ് ഒരു മനുഷ്യന് സാധ്യമായ ഏറ്റവും വലിയ ഉയർന്ന അവസ്ഥയിലെത്താൻ പറ്റുന്ന ടെക്നിക്കാണ് തന്ത്രം. തന്ത്രം എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സയൻറ്റിഫിക് ആണെന്ന് പറയാം. ലോകത്തുള്ള ആത്മീയത, ഭൗതികത ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടാണ് പൊതുവെ സംസാരിക്കുന്നത്, പൊതുവെ ഡീൽ ചെയ്യും. തന്ത്രം അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ സെപ്പറേഷൻ ഇല്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ മോശമായ ലൈഫ് ഇങ്ങനൊരു സെപ്പറേഷൻ മാത്രമേ കാണൂ. കൂടുതൽ നല്ല ലൈഫ് അല്ലെങ്കിൽ പ്രശ്നമുള്ള ലൈഫ് എന്ന ആ ഒരു ഡിവിഷൻ മാത്രമേ. എന്തുകൊണ്ടാണ് തന്ത്രം പലരും ചോദിക്കാറുണ്ട്. നമ്മൾ സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, സയൻസ് പരമായിട്ട് റിസർച്ച് ചെയ്യുന്നു, റിസർച്ച് മെത്തഡോളജി യൂസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്പിരിച്വൽ ആകാൻ പറ്റുന്നത് എന്ന് ചോദിക്കും. പക്ഷേ യഥാർത്ഥ സ്പിരിച്വാലിറ്റി സയൻസും രണ്ടല്ല, രണ്ടും അന്വേഷിക്കുന്നത് സത്യമാണ്. ഒന്ന് പുറത്തോട്ട് അന്വേഷിക്കുന്നു, ഒന്ന് അകത്തോട്ട് അന്വേഷിക്കുന്നു. പുറത്തോട്ട് അന്വേഷിക്കുന്നതിൻ്റെ മെത്തേഡൊന്ന് മാറ്റിപ്പിടിക്കുന്നുള്ളൊരു അകത്തോട്ട് വരുന്നു. പുറത്തോട്ട് നമ്മൾ വസ്തുനിഷ്ഠമായിട്ടാണ് വിശകലനം ചെയ്യാം, റിസർച്ച് ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ റിസർച്ച് ചെയ്യും. ബാഹ്യ ലോകത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ വസ്തുനിഷ്ഠമായിട്ട് ബന്ധമാണ്, അല്ലേ? യുക്തിപരമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിലും, അല്ലേ? ഫോർമുലേറ്റിംഗ് ഹൈപ്പോസിസ് എന്ന് പറഞ്ഞ് തുടങ്ങി നമ്മൾ റിസർച്ച് ഡിസൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഹൈപ്പോസിസ് ഉണ്ടാക്കി അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത്
അങ്ങനെ നമ്മൾ ഫൈനലി ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. അത് വളരെ എന്തുകൊണ്ടാണ് അത്രയും, അതൊരു ടെക്നിക്കാണ്, അതൊരു തന്ത്രമാണ്, റിസർച്ചിൻ്റെ തന്ത്രം. അത് വെച്ചാണ് മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ റിസർച്ച് എന്തുകൊണ്ടാണ് ഇത്രയും വസ്തുനിഷ്ഠമായിട്ട് ടെക്നിക്സ് യൂസ് ചെയ്യുമെന്ന് പറയുന്നത്? ഇല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും. എന്താ അതിനകത്ത് പറയുന്നത്? ഒരിക്കലും റിസർച്ച് ബയാസ് ഉണ്ടാവാൻ പാടില്ല. എന്താ കാര്യം? ഇപ്പം നഴ്സുമാരെ കുറിച്ച് നമ്മൾ പഠിക്കാൻ റിസർച്ച് ചെയ്യാനായിട്ട് പോവാം. ആ സമയത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ള ന്യൂസൊക്കെ കണ്ട് ഒരു നഴ്സിൻ്റെ കഥയൊക്കെ കണ്ടിട്ട് അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോയാൽ നമുക്ക് അവർക്ക് അനുകൂലമായ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരാശയത്തിനെ കണ്ടെത്താൻ ശ്രമിക്കത്തുള്ളൂ. എൻ്റെ ഉള്ളിലുള്ളതിനെ കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ ആ റിസർച്ച് നമുക്ക് 100% പെർഫെക്റ്റായിട്ട് എടുക്കാൻ, അക്സെപ്റ്റഡ് ആക്കാൻ പറ്റത്തില്ല. സത്യം എന്താണോ അതിൻ്റെ അന്വേഷണമാണ് റിസർച്ച്. അത് തന്നെയാണ് താന്ത്രിക് സ്പിരിച്വാലിറ്റി, ഇന്ത്യൻ സ്പിരിച്വാലിറ്റി. അപ്പം ഈ സത്യം അവിടെയാണ് ഇതെല്ലാം ഒന്നാണ്. ഈ ട്രൂത്തിനെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇതിന് രണ്ടും അഭേദ്യമായ ബന്ധമുള്ളത്. പണ്ടങ്ങനെ ആയുർവേദം കണ്ടുപിടിച്ചവരും ഭാരതത്തിൽ യോഗശാസ്ത്രം കണ്ടുപിടിച്ചവരും അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിന് വേണ്ടി ശ്രമിച്ചവരും ഒക്കെ ഈ സത്യം അന്വേഷിച്ചവരും. അന്ന് സ്പിരിച്വാലിറ്റി മെറ്റീരിയലിസം രണ്ടല്ല ഭാരതത്തിൽ. അത് വളരെ മനോഹരമായ രീതിയിൽ കാവ്യാത്മകമായി ഒരു വിരസതയുമില്ലാതെ മാത്തമാറ്റിക്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ശ്ലോകങ്ങളായി മനോഹരമായി കലാപരമായി മിക്സ് ചെയ്ത് എഴുതി വെച്ച് മനോഹരമായ ഒരു സുവർണ്ണ കാലഘട്ടം കൊണ്ടല്ല. ആ റിസർച്ച് നിന്ന് പോയിട്ട് സ്പിരിച്വാലിറ്റിയും റിസർച്ചും രണ്ടായി പോയി തുടങ്ങിയപ്പോൾ അതിന് പ്രശ്നമുണ്ട്. പണ്ട് സുവർണ്ണ കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ധർമ്മത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു ഇതെല്ലാം റിസർച്ച് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഒരു കണ്ടുപിടുത്തം പോലും നമുക്ക് എതിരല്ലായിരുന്നു നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ. കാരണം സമൂലമായിട്ടുള്ള എല്ലാത്തിനെയും സ്പർശിക്കുന്ന രീതിയിലാണ് റിസർച്ചുകൾ വന്നുകൊണ്ടിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ റിസർച്ച് ഇടയ്ക്ക് നിന്ന് പോയി. അപ്പോൾ ശരിക്കും റിസർച്ചിൽ നമ്മൾ ഒരു മെത്തഡോളജി അപ്ലൈ ചെയ്യും. റിസർച്ച് ബയാസ് ഉണ്ടാക്കാൻ പാടില്ല. എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സത്യമായിരിക്കും നമ്മൾ ബന്ധം സയൻസിനുണ്ട് അല്ലേ? നമ്മൾ ഈ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു നിഷ്കർഷ ഭയങ്കര കൃത്യമായിരുന്നു. അവർ നമ്മുടെ മതപരമായ ആശയങ്ങളൊന്നും സ്വാധീനിക്കാൻ പാടില്ല. റിസർച്ചിനകത്ത് ഒരു ബയാസും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു ബയാസും ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യും? ഞാൻ എനിക്കെതിരെ സഞ്ചരിക്കും. എൻ്റെ ആശയങ്ങൾക്ക് എതിരായിട്ട് സഞ്ചരിച്ചെങ്കിലും മാത്രമേ പറ്റൂ. അത് ശകലം ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതിന് ഒരു 100 പേർക്കെതിരായിട്ട് എനിക്ക് നമുക്ക് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യും. ഏറ്റവും വലിയ ഫൈറ്റ് അവനവനെതിരായിട്ട് ഫൈറ്റ് ചെയ്യും. എൻ്റെ വിശ്വാസങ്ങൾക്കെതിരെ ഞാൻ മണ്ടത്തരമാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താണ് ഏറ്റവും വലിയ പാട്. ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബയാസ് സയൻസ് അങ്ങനെ പോകുന്ന വലിയ വലിയ സ്പിരിച്വൽ തിയറീസിനെയൊക്കെ എതിരിട്ടുകൊണ്ടാണ് സയൻസ് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ ആ എതിരത്തിൽ ഡെവലപ്മെൻറ്റൊന്നും ഭാരതത്തിലെ സ്പിരിച്വാലിറ്റിക്ക് എതിരല്ലായിരുന്നു. അത് വേറെ കാര്യം. അതിലേക്ക് പിന്നെ വരാം. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലുള്ള റിസർച്ച്, സ്പിരിച്വൽ റിസർച്ച് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ. ഇന്ത്യയിൽ ഈ സംഭവം സ്പിരിച്വൽ എന്ന് പറയുന്ന സംഭവം പറയപ്പെടുന്ന സംഭവങ്ങൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സയൻസുമായിട്ട് ബന്ധമുള്ളത്. ഈ ട്രൂത്ത് അന്വേഷിക്കുന്നുണ്ടാണ്. അപ്പം ശരിക്കും അന്വേഷണം എന്ന് പറയുന്ന സംഗതിയിൽ ഈ റിസർച്ച് ബയാസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? നമ്മൾ സൈക്കോളജിയിൽ ഒരു ഹൈപ്പോത്തിസിസ് എഴുതും. ഒരു ഹൈപ്പോത്തിസിസ് ഈസ് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഈ പ്രവചനാത്മകമായിട്ടുള്ള ഒരു ഡയലോഗ് എഴുതി വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എടുത്ത് അനാലിസിസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ലാസ്റ്റിൽ ഈ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റഡ് റിജക്റ്റഡ് എന്ന് പറയാനുള്ളതാണ് സയൻസ്. അപ്പോൾ ഈ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് യോഗ കൊണ്ട് ഞാൻ റിസർച്ച് ചെയ്യാൻ പോകുന്ന ആളാണ് എന്നിരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി ഈ ഹൈപ്പോത്തിസിസ് എഴുതേണ്ടത് നല്ല റിസർച്ചിൽ ഹൈപ്പോത്തിസിസ് എഴുതേണ്ടത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ?
യോഗ കൊണ്ട് ഞാൻ റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ യോഗ കൊണ്ട് ഗുണമുണ്ട് എന്ന് എഴുതിയിട്ട് അത് റിസർച്ച് ചെയ്ത് ശരിയോ തെറ്റോ എന്ന് തെളിയിക്കണം. അല്ലെങ്കിൽ യോഗ കൊണ്ട് ഗുണമില്ല എന്ന് എഴുതിയിട്ട് അത് തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അക്സെപ്റ്ററോ റിജക്ടറോ എഴുതണം. ഇതിലേതാണ് നല്ല റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നത്? ഹൈപ്പോത്തസിസ് പോസിറ്റീവായിട്ട് എഴുതണോ നെഗറ്റീവായിട്ട് എഴുതണോ? അതില്ല, അത് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണേ. ഹൈപ്പോത്തസിസ് യോഗ കൊണ്ട് ഗുണമുണ്ടെന്ന് എഴുതിയിട്ട് അത് റിസർച്ച് ചെയ്ത് തെളിയിക്കണം. യോഗ കൊണ്ട് ഗുണമില്ല എന്ന് എഴുതിയിട്ട് അത് റിസർച്ച് ചെയ്ത് തെളിയിക്കണം. ഉണ്ടെന്ന് എഴുതിയിട്ട് റിസർച്ച് ചെയ്തിട്ട് തെറ്റോ ശരി അല്ല. സയൻസിന് ഇത്ര ഡെവലപ്പ് ചെയ്യാൻ കാരണം എനിക്ക് എതിരായിട്ട് സഞ്ചരിക്കണം. ഞാൻ യോഗയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മെഡിറ്റേഷനായിട്ട് പ്രവർത്തിക്കുന്ന ആളെ എൻ്റെ ഉള്ളിൽ എൻ്റെ ആഗ്രഹം എത്തുക ഇതുകൊണ്ട് ഗുണമുണ്ടെന്ന്. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് കണ്ടെത്താനല്ല ശ്രമിക്കുന്നു. സയൻസ് ആവില്ല. സയൻസ് ഇത്ര ഡെവലപ്പ് ചെയ്യാൻ കാരണം യോഗ കൊണ്ട് ഞാൻ വേദനകൾ ഒരു ഗുണവും ഇല്ലാതെ എഴുതണം. എന്നിട്ട് അത് തെളിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. എന്ത് ഒരു ഗുണവും ഇല്ല. എങ്ങനെ? യോഗ കൊടുക്കുന്ന ആളുകൾ 30 പേരെ വെച്ച് അവരെ കൊണ്ട് 2 മാസം യോഗ ചെയ്യിച്ച് 2-3 മാസം യോഗ ചെയ്യിക്കണം. പിന്നെ കൺട്രോൾ ഗ്രൂപ്പ് എടുക്കുന്നു, മറ്റേ ഗ്രൂപ്പ് എടുക്കുന്നു. റിസർച്ച് എടുത്തിട്ട് ചെയ്തിട്ട് ഇവരുടെ ഡേറ്റയൊക്കെ അനലൈസ് ചെയ്തു. ഓരോ ഗ്രൂപ്പിന് നമ്മളൊന്നും കൊടുക്കുന്നില്ല, മറ്റേ ഗ്രൂപ്പിന് യോഗ കൊടുക്കുന്നു. ആ യോഗ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ടൂളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വായിക്കുന്നു. അതായത് ഇവരുടെ ടെസ്റ്റ് നമ്മളിവരുടെ സോഷ്യൽ മെൻ്റൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് വായിക്കുന്നു. അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ, അവരുടെ സ്ട്രെസ് ലെവല്, അവരുടെ ആൻസൈറ്റി ലെവൽ, ഇതൊക്കെ അളക്കുന്നു. ഹാപ്പിനെസ് ലെവല്, ആങ്കർ ലെവല്, പേഴ്സണാലിറ്റി ലെവൽ, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അസസ് ചെയ്യും ടെസ്റ്റ് ചെയ്ത്. എന്നിട്ട് നമ്മൾ ഈ യോഗ കൊടുത്ത് 3 മാസം ആത്മാർത്ഥമായിട്ട് യോഗ കൊടുക്കണം. അവിടെ ആത്മാർത്ഥത 100% ആത്മാർത്ഥത. അങ്ങനെ യോഗ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിൽ വീണ്ടും ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ ഇവർക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ യോഗ കൊണ്ട് ഗുണമില്ല. അപ്പൊ യോഗ കൊണ്ട് ഗുണമില്ല എന്ന് എഴുതി വെച്ചേക്കുന്ന ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് നേരെ മറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതിനകത്തൊരു ഗുണമുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്, കണക്ക് ഡേറ്റ പ്രകാരം എന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യും. യോഗ കൊണ്ട് ഗുണമുണ്ട്. 2 ഹൈപ്പോത്തസിസ് ഗുണമുണ്ടെന്ന് പറയണ എഴുതിക്കൊണ്ടില്ലേ? അതുകൊണ്ട് നമ്മൾ ഓക്കെ ഗുണമുണ്ടെന്നുള്ളതായി മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അതാണ് നല്ല റിസർച്ച്. PG സൈക്കോളജിയിൽ ഒരു പേപ്പർ റിസർച്ചാണ്. അതിനകത്ത് എൻ്റെ സബ്ജക്റ്റ് നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യണം, റിസർച്ച് പ്രോജക്റ്റ്. എൻ്റെ സബ്ജക്റ്റ് യോഗയായിരുന്നു. അതിനകത്ത് ഈ ഹാപ്പിനെസ്, ആങ്കർ ലെവൽ, ടൈപ്പ് എ ബി പേഴ്സണാലിറ്റി ആയിരുന്നു നമ്മുടെ ടൂള്. അത് 3 മാസം റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല മാറ്റമുണ്ടായി. അതിൻ്റെ ഗ്രാഫിനകത്ത് ബിഫോർ ആഫ്റ്റർ ആങ്കർ ലെവലിൽ വന്നേക്കുന്നു ഭയങ്കരമായ ഇടി. ഈ സ്ത്രീകളുടെ ദേഷ്യത്തിൽ ഒരുപാട് കുറവ്, പകുതി താഴെ കുറവ് വന്നു. ഒരു ഭയങ്കരമായ ഡിഫറൻസ്. ആങ്കർ ലെവലിലാണ് നല്ല ഡിഫറൻസ്. പകുതി താഴെ ശരിക്കും താഴെ വന്നു അതിൻ്റെ ഗ്രാഫിൽ. 0.1% സിഗ്നിഫിക്കൻ്റ് ആയി. അങ്ങനെ ടൈപ്പ് എ ബി പേഴ്സണാലിറ്റി, ടെൻഷനുള്ള പേഴ്സണാലിറ്റി, അല്ലാത്ത പേഴ്സണാലിറ്റി, പിന്നെ നല്ല പേഴ്സണാലിറ്റിയിലോട്ട് മാറി. പിന്നെ മറ്റേ ഹാപ്പിനെസ് ലെവലിൽ ഭയങ്കര ഇൻക്രീസ്. ഇതുണ്ടായി. അപ്പോൾ ശരിക്കും അതിനകത്ത് താന്ത്രികമായിട്ടുള്ള മെഡിറ്റേഷൻസ് കൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചാൽ അപ്പം ഇതുപോലെ മാറ്റമാണ്. മെഡിറ്റേഷൻ, യോഗ അപ്ലൈ ചെയ്തത്, തന്ത്രം അപ്ലൈ ചെയ്തത്. ഇനി പറഞ്ഞാൽ ഇത് സ്പിരിച്വലാണ്, മെറ്റീരിയലാണ്. ഇതൊന്നും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ബെറ്റർ ലൈഫ്, മോശം ലൈഫ് അല്ലേ? ബാക്കി വ്യത്യാസങ്ങളൊക്കെ അറിവുകൾക്ക് ഡിഫറൻസ് ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. സത്യത്തിൽ ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബിട്ട് വന്നിരിക്കുകയാണ്. ആ ബോംബിട്ട സമയത്ത് അതിനെക്കുറിച്ച് നമ്മളതിൻ്റെ ആറ്റോമിക് റിസർച്ച്, ആറ്റോമിക് ആയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ കെമിസ്ട്രി എന്ന് പറയും. ഇത് ബോംബ് വന്ന് വീണ്ടും ആളുകളുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ പഠിക്കുമ്പോൾ ബയോളജി എന്ന് പറയും. 1948 ആ ഡേറ്റിനെ കുറിച്ച് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഹിസ്റ്ററി ആയി അല്ലേ? അത് വീണ്ടും വന്ന് ബോംബ് വന്ന വീണത്തുണ്ടായ ജോഗ്രഫിക്കൽ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ജോഗ്രഫി അതിൻ്റെ കണക്കിനെ കുറിച്ച്, കണക്ക് എത്ര പേർക്ക് എന്നതിനെ സ്റ്റാറ്റിറ്റിക്സ് ആയി. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ എനർജി മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഫിസിക്സ് ആയി.
സത്യത്തിൽ നമ്മളൊരു സംഭവിക്കുന്നു. ഈ അറിവുകളെ ഡിഫറെൻ്റ് ആയിരുന്നു നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിൻ്റെ പലതിൻ്റെ ബെനിഫിഷ്യറി ആവാൻ പറ്റത്തില്ല. നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഭാരതീയമായ കാര്യങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ, കുറേ അന്ധവിശ്വാസങ്ങൾ, മണ്ടത്തരങ്ങളുണ്ട്. സൈക്കോളജിയിൽ കുറേ അന്ധവിശ്വാസങ്ങളും മണ്ടത്തരങ്ങളുണ്ട്, കുറേ നല്ല കുറേ ഗുണകരമായ കാര്യങ്ങളുണ്ട്. മോഡേൺ സയൻസിലുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിഷ്യറി ആവുക ചെയ്യുന്നത് ബുദ്ധിയുണ്ട്. നമ്മളെന്തിന് ആരുടെയെങ്കിലും ഭർത്താവുന്ന കാര്യമുണ്ട്. ഞാൻ സൈക്കോളജിയിലാണ് എന്നുകൊണ്ട് എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ ഇന്ത്യൻ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നഷ്ടപ്പെട്ടു. ഞാൻ സ്പിരിച്വൽ ആളായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ എനിക്ക് സൈക്കോളജിയുടെയും സയൻസിൻ്റെയും നഷ്ടം ഭയങ്കരമായി. നമ്മളീ വന്ന് കുറച്ചാൾ ജീവിച്ച് മനുഷ്യർ എന്തെങ്കിലുമൊക്കെ ഭർത്താവായി വലിയ ആളുടെ കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ കാണാൻ വരുന്ന പേഷ്യൻസിനും ക്ലയൻസിനും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് അപ്ലൈ ചെയ്യാനുണ്ട്. എവിടെ ഒരു ഫോം ഉണ്ടായി അവിടെ നമ്മൾ ലിമിറ്റഡായി. വെള്ളം എന്തിലെങ്കിലും ബിലീവ് ചെയ്താൽ അവിടെ നമ്മുടെ മൈൻഡ് ഉണ്ടാവും. മൈൻഡ് മനുഷ്യനെ ബാധിക്കുന്ന രോഗമാണെന്ന് ഭാരതത്തിൽ പറയും. പാശ്ചാത്യത്തിൽ പറയുന്നത് മനുഷ്യ മനസ്സിലുള്ള രോഗം ബാധിക്കാം. നമ്മൾ പറയുമ്പോൾ മനസ്സെന്ന് പറയുന്ന രോഗമാണ്. മനസ്സെന്താണ്? യഥാർത്ഥമായ ഒരു സംഗതിയാണ്, ഒരു ടൂള് മാത്രമാണ്. ഈ മനസ്സ് ഞാനാണെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പരാജയം എന്നാണ് ഭാരതത്തിൽ പറയുന്നത്. മൈൻഡ് ഈസ് ആൻ എക്സ്റ്റേണൽ ഓർഗൻ എന്നാണ് പറയുന്നത്. കൊച്ചുകുട്ടിക്ക് മൈൻഡിൽ പിന്നെ അത് എക്സ്റ്റേണലായിട്ട് ഉണ്ടായി വരുന്ന സംഗതിയാണ്. ഫ്രോയിഡ് പറയുന്നത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ ഡെവലപ്പ് ചെയ്യുമെന്ന് അദ്ദേഹം പറയും. യുങ്ങും ഒരുപാട് അതിനേക്കാൾ ആഴത്തിൽ ഈ ഭാരതീയമായ ശാസ്ത്രങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ നമ്മുടെ കേരളത്തിൽ വരെ വന്നിട്ടുള്ള നമ്മുടെ ഇവിടെ പണ്ടേ ഉള്ള സാധനം കൂടുതൽ നമ്മൾ പഠിച്ചു പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. കാലും ടാക്കങ്ങ കുണ്ടലിൽ അടിച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ വരും. അദ്ദേഹം സംസാരിക്കാൻ പുസ്തകമായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ബാധിക്കുന്ന രോഗമാണ് മനസ്സ്. എന്തുകൊണ്ടാണ്? മനസ്സ് എന്ന് പറയുന്നത് യഥാർത്ഥമായ സംഗതിയാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളിൽ നമ്മൾ ജീവിക്കും. മനസ്സെപ്പോഴും ഒന്നുമില്ലെങ്കിൽ തോട്ട് പ്രോസസ്സാണ് അല്ലേ മനസ്സിനുള്ളത്. ഈ തോട്ട് പ്രോസസ്സ് എപ്പോഴും ഇത് പാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ആയിരിക്കും. അതിനൊരിക്കലും പ്രസൻ്റ് ആവാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, സ്പർശിക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു. ഈ 5 ഇന്ദ്രിയങ്ങളും ടിൽ യുവർ ഡെത്ത്, മരണം വരെ പ്രവർത്തിക്കുന്നത് വർത്തമാനകാലത്തിൽ പ്രസൻറ്റിൽ മാത്രമായിരിക്കും. ഫ്യൂച്ചർ പാസ്റ്റ് നമുക്ക് പാസ്റ്റ് ഫ്യൂച്ചറിൽ കേൾക്കാനോ കാണാനോ വിശ്വസിക്കാൻ പറ്റും. ഫ്യൂച്ചർ വിശ്വസിക്കാൻ പറ്റത്തില്ല. ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ബ്രീത്തിങ് ആണല്ലോ ജീവിതം. മരിക്കുന്നവരെ അത് പ്രശ്നമില്ല. പക്ഷെ ചിന്ത എന്ന് പറഞ്ഞാൽ മെമ്മറി പോകാൻ ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങളെന്നെ കണ്ടുകൊണ്ടിരിക്കും. മെമ്മറി പോകാൻ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് മെമ്മറി പോകാതെ പറ്റില്ല അല്ലേ? മെമ്മറി പോകാതെ ചിന്തിക്കാൻ പറ്റുമോ? മെമ്മറി പോകുകയാണ് ഇവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകണം. ഈ പ്രസന്റിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ശ്രദ്ധയിൽ വിട്ടിട്ട് സങ്കല്പ ലോകത്തോട്ട് മെമ്മറിയിലോട്ട് പോകും. മെമ്മറി റെക്കോർഡ് ഡേറ്റയാണ് അല്ലേ? ഈ റെക്കോർഡ് ഡേറ്റ പോയിട്ട് ഇങ്ങനെ വിരാജിക്കുന്നതിനാണ് തോട്ട് എന്ന് പറഞ്ഞാൽ. അവിടുന്ന് പാസ്റ്റ് നമ്മൾ സങ്കല്പിക്കാം അല്ലേ? ഈ പാസ്റ്റിൽ നിന്ന് നമ്മൾ ഫ്യൂച്ചർ പ്രൊജക്ട് ചെയ്യും. തിയേറ്ററൊക്കെ കൈകൊള്ളി അതുകൊണ്ട് എനിക്ക് കൊള്ളും. അങ്ങനെ പാസ്റ്റും ഫ്യൂച്ചറിലേക്കും നമ്മളുടെ ശ്രദ്ധ പ്രസന്റിൽ നിന്ന് പോകുമ്പോൾ ആണ് ഈ ചിന്തകൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതാണ് ചിന്ത. അപ്പൊ ചിന്ത എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്, ജീവിതമല്ല. പ്രസന്റിൽ നമ്മൾ നിൽക്കുന്നു. നമ്മുടെ ജീവിത അനുഭവങ്ങളാണല്ലോ നമ്മുടെ എക്സ്പീരിയൻസ്. ആ കൊലമർത്തനുണ്ടല്ലോ, ജീവിത അനുഭവങ്ങളാണ് നമ്മുടെ പ്രസന്റിൽ നിൽക്കുന്നത്. അവിടുന്ന് ശ്രദ്ധ പോയി 5 സെൻസ് വിഡ്രോ ചെയ്തിട്ട് ഒരു 5% ഇവിടെ കാണത്തുള്ളൂ. ആലോചിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് ഇടിക്കും. സൗണ്ട് കേൾക്കുന്നില്ല, കാഴ്ച കാണുന്നില്ല, അവിടെ ചെന്ന് പറയും. കാര്യം എന്താ? നമ്മൾ ഇവിടെ നിന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ശ്രദ്ധയെ മാറ്റി നമ്മുടെ മെമ്മറിയിലേക്ക് പോകും. അപ്പൊ പാസ്റ്റ് ഉണ്ടായി. യഥാർത്ഥം ഇവിടെ പാസ്റ്റ് ഇല്ല. അത് നമ്മളൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അനുഭവിക്കേണ്ട കാര്യമില്ല
പക്ഷെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വെച്ച് പിടിച്ചു വെച്ചിട്ട് നമ്മളൊരാൾ ചാണകം വിളിച്ചോണ്ടേ പിടിച്ചോണ്ടിരിക്കുവോ? നമ്മൾ കളയത്തില്ലേ, നമ്മൾ പിടിച്ചോണ്ടിരിക്കും. നമ്മളെ ഓർത്ത് നമ്മളെ അടിച്ചിട്ട് പോയി, അവൻ അടിച്ചിട്ട് പോയതേ ഉള്ളൂ. ഇത് ഓർത്തോർത്ത് ക്യാൻസർ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെയാണ്. അവൻ പാട്ട് പാടി എൻജോയ് ചെയ്ത് നടക്കുക. അപ്പം ഇതാണ് ആളുടെ പ്രശ്നം. അപ്പൊ ആ പാസ്റ്റിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമ്മൾ ഇനി എന്താവും ഭാവി ഫ്യൂച്ചറുണ്ടായി, അത് പാസ്റ്റ് കണ്ടിട്ടെങ്കിലും ഉണ്ടെന്ന് നോക്കാം. മറ്റേത് അറിഞ്ഞില്ല. നമുക്ക് അറിയാൻ വയ്യാത്താണ് ഫ്യൂച്ചർ. അറിയാൻ വയ്യാത്തത് എപ്പോഴും എന്തുണ്ടാക്കും? ടെൻഷൻ ഉണ്ടാക്കും. ഭാവി ഇല്ലാത്തൊരു ടെൻഷൻ പറയാം, ഒരെണ്ണം പറയും. അങ്ങോട്ടൊക്കെ മറിഞ്ഞു വീണാലോ ഫ്യൂച്ചറല്ലേ? ടെൻഷൻ അല്ല ഫ്യൂച്ചറല്ലേ? ഫ്യൂച്ചർ അല്ലാത്തൊരു ടെൻഷൻ പറയാം. ഫ്യൂച്ചറല്ല, ആ ടെൻഷനാണ്. ഫ്യൂച്ചറല്ല, പാസ്റ്റിലെ ദുഃഖമാണ്. പണ്ടൊക്കെ എന്ത് രസമായിരുന്നല്ലേ? അച്ഛനും അമ്മയൊക്കെ വായിക്കാത്ത മുന്നോട്ട് കൊടുത്ത് നമ്മളീ കഷ്ടപ്പെട്ട ലോണടക്കേണ്ട ഉത്തരവാദിത്തമില്ല ഇല്ലേ? സുഖമായിരുന്നു. അങ്ങനല്ല, നല്ല ആൾക്കാർ മരിക്കുമ്പോൾ കൊടുക്കുമ്പോൾ കൂടുതൽ ദുഃഖമാണ്. വലിയ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കും, എന്നും അതിനെ തൊഴുതിട്ടൊക്കെ പോകും. ദുഃഖമാണ്, നെഗറ്റീവാണ് ഉണ്ടാക്കും. നെഗറ്റീവ് ബ്രെയിനുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ജനറേറ്റ് ചെയ്യുന്നത് മരിച്ച ആൾക്കാർ. അതിനാണ് നമ്മൾ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വിഷ്ണുവിലേക്ക് ലയിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രതിമയൊക്കെ വെച്ച് കോഗ്നിറ്റീവ് സെൻസറി ലേണിങ്ങിലൂടെ ഇത് അവിടെ പോയി എന്നുള്ളത് കാണാൻ ബോധം കിട്ടുമ്പോൾ പിന്നെ ഇവരെ ഓർക്കുമ്പോൾ അവിടെ വിഷ്ണുവിൻ്റെ കൂടെ ഇരിക്കുന്ന അവർ പോസിറ്റീവായിട്ടുള്ള കെമിക്കൽ ഉണ്ടാകും. ഇത് ഇവിടെ ഇങ്ങനെ ഒച്ചയൊക്കെ കറങ്ങി കഴിഞ്ഞ് ഇറങ്ങുക സങ്കല്പത്തിൽ നിൽക്കുമ്പോൾ നെഗറ്റീവ്, ഞാനിങ്ങനെ മരിക്കത്തില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കും ബോധ മനസ്സിൽ. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള അഡ്രിനാലിനും കോർട്ടിസോളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പാസ്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പാസ്റ്റ് റിയലല്ല. ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിലില്ല, അനുഭവമില്ല. പാസ്റ്റ് എപ്പോഴും ദുഃഖമാണ്. ചീത്തയാണ് ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. നല്ലതാണെങ്കിൽ കൂടുതൽ ദുഃഖമാണെന്ന്, നല്ല ആൾക്കാർ മരിക്കുമ്പോൾ കൂടുതൽ ദുഃഖമാണെന്ന്. പാസ്റ്റ് ദുഃഖമാണ്, ഫ്യൂച്ചർ ടെൻഷനാണ്. എപ്പോൾ മനുഷ്യൻ സത്യലോകത്തേക്ക് വരുന്ന, പ്രസന്റിലേക്ക് വരുന്ന, ഈശ്വരന്റെ ലോകത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ പ്രസന്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇവിടെ ഇരിക്കും, വല്ല കുഴപ്പമില്ല, സമാധാനം റിലാക്സ് ആയിട്ടിരിക്കും. നേരെ ഫ്യൂച്ചറിന് ആലോചിച്ചു ചുമ്മാ അല്ലേ? ഈ എപ്പോഴും ഫ്യൂച്ചർ ജീവിക്കുന്നുണ്ട്. മക്കളെ പഠിത്തം മാതൃകത്തെ പറ്റുന്നു. എപ്പോഴും ഫ്യൂച്ചർ ജീവിക്കുന്നവരുണ്ട്. മക്കളുടെ പഠിത്തം മറ്റേത് നമ്മൾ പറഞ്ഞിട്ട് എപ്പോഴും ഹാർട്ട് ബീറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും. ഹാർട്ട് ബീറ്റ്സ് കൂടുമ്പോൾ സംഭവിക്കും, സിമ്പിൾ സിസ്റ്റം ആക്റ്റീവ് ആവും. സിമ്പിൾ സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോൾ പറ്റും രക്തത്തിലെ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. എങ്ങനെ? അഡ്രിനാൽ ഗ്ലാൻഡ് ആക്റ്റീവ് ആയിട്ട് അഡ്രിനാൽ ഉൽപ്പാദിപ്പിച്ചു. ഈ ഗ്ലൂക്കോസിന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ എന്തുണ്ട്? നമ്മളിത് നമ്മുടെ ആനിമൽ ബോഡിയാണ്. നമ്മൾ യുദ്ധം ചെയ്യണം. ഫൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ട്രെസ് വരുമ്പോൾ ഓടണം, അല്ലെങ്കിൽ യുദ്ധം ചെയ്യണം. അതായത് സിംഹം നിൽക്കുന്ന ശരീരം വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുമില്ല, ഓടണം, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ആക്രമിച്ച് കിടക്കി തിന്നണം, വലുതാണെങ്കിൽ ബോഡി രക്ഷപ്പെടും. ആ രീതിയിൽ ബോഡി ഹാർട്ട് ബീറ്റ്സ് കൂടും. ഇൻസുലിൻ അല്ല ഇത് ഗ്ലൂക്കോസ് വരും പോലും. ഗ്ലൂക്കോസ് കയറി കഴിഞ്ഞാൽ ഒന്നില്ലേ ഓടണം, അല്ലെ യുദ്ധം ചെയ്യണം, ഇല്ലെങ്കിൽ എനർജി എന്ത് ചെയ്യും? സ്കൂളിലൊക്കെ ഓട്ടത്തിന് ഗ്ലൂക്കോസ് കൊടുക്കുന്നില്ല. അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഓടുന്നില്ല, എക്സസൈസും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും? അത് അവിടെ സ്റ്റോർ ചെയ്യും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. അത് ബാക്കി എല്ലാത്തിനും ഉണ്ടാക്കും. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ ചുരുങ്ങും, ഹാർട്ടിന് പ്രശ്നം വരും, ഹാർട്ട് അറ്റാക്ക് വരും, ഷുഗർ, കൊളസ്ട്രോൾ. ഷുഗറാണ് ഇൻസുലിൻ, ഗ്ലൂക്കോസ്. അപ്പോൾ കൊളസ്ട്രോൾ, ഷുഗർ വന്നാൽ എല്ലാം ബാധിച്ചു. കണ്ണിന് റെറ്റിനോപ്പതിയായി, ഡയബറ്റിക് റെറ്റിനോപ്പതിയായി, ഇതെല്ലാത്തിനും ബാധിക്കും. ഏറ്റവും വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ശരീരത്തിൽ സ്ലീപ്പിംഗ് ക്യാൻസർ സെല്ലുണ്ട്. ഈ ക്യാൻസർ സെൽസിൻ്റെ ഫുഡാണ് ഗ്ലൂക്കോസ്. നമ്മൾ സ്ട്രെസ് എടുക്കുന്നതോറും ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതോറും ഇത് തിന്നാൻ ക്യാൻസർ കോശങ്ങൾ പെറ്റുപെരുകൊണ്ടിരിക്കും. അത് ആക്റ്റീവ്. സ്ട്രെസ്സിൽ നിന്ന് ക്യാൻസർ ഉണ്ടാകുന്നുള്ള റിസർച്ചുകളുണ്ട്. അടുത്ത കാലത്ത് കണ്ടുപിടിച്ചു. ഷുഗർ മാത്രം നല്ലൊരു ശതമാനം ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് സ്ട്രെസ് ചെയ്ത്. NPD ഉള്ളവരുടെ ഭാര്യയോ ഭർത്താവിനോ ക്യാൻസർ വരാറ്. NPD ഇവരുടെ കണ്ടിന്യൂസ് ഈ ഗ്യാസ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സഹിച്ച് അവസാനം ക്യാൻസർ ആവുന്നു. അപ്പോൾ ആ സ്ട്രെസ്സിൽ നിന്നാണ് വരുന്നത്. എപ്പോഴും ഇത് പാസ്റ്റിലോ ഫ്യൂച്ചറിലോ നമ്മളുടെ ഹാർട്ട് ബീറ്റ്സിന് കൂട്ടി ഇങ്ങനെ നിർത്തുമ്പോൾ പാസ്റ്റിൽ നിൽക്കുന്നത് പണ്ടൊക്കെ ഈ ഇതെല്ലാം ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ ഇപ്പോഴും ഈ കസേര പോലെ ഉണ്ട്, മൊത്തം പോയി. അങ്ങനെ ഇത് തന്നെ ആലോചിച്ച് അല്ലേ? എത്ര നല്ല ആലോചന വന്നു. ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട്.
അത് പാസ്റ്റ് ആലോചിച്ച് ഇങ്ങനെ ജീവിച്ച് കത്തിത്തീരുക, അല്ലെ ഫ്യൂച്ചറിലിരിക്കുക. സകല ദുരിതങ്ങൾക്കും കാരണം അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ഈ പ്രസന്റിൽ നിൽക്കുക. അതിന് തന്ത്രയ്ക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രസന്റിൽ സത്യലോകത്ത് തുടരുക എന്നൊക്കെ അർത്ഥം മാത്രം. മൃഗങ്ങൾക്ക് ഒരു മൃഗത്തിനും വട്ട് പിടിക്കുന്നു, വട്ട് പിടിച്ചിട്ട് ആത്മഹത്യ ചെയ്ത് ഏതെങ്കിലും മൃഗവും മനുഷ്യല്ലാതെ ആത്മഹത്യ ആരെങ്കിലും ചെയ്യുന്നു? അങ്ങനെ ചെയ്യുന്നില്ല, നിയമില്ല. ഇല്ല, ഒന്നോ രണ്ടോ ലോകം കാണാൻ പഠിക്കുന്നില്ല, നമുക്കറിയത്തില്ല. ഇല്ല, അവർ പ്രശ്നമില്ല. ഭയങ്കര ധൈര്യം. ഒരു ആടിനെ വെട്ടി കൊന്നുകൊണ്ടിരിക്കുക, കോഴിയെ കൊന്നുകൊണ്ടിരിക്കുക, ഈ ആട് ഇവിടെ തിന്നുകൊണ്ടിരിക്കുകയല്ല, നമുക്ക് പറ്റും. കൂട്ടത്തിലെല്ലാവരും ആർക്കൊണ്ടിരിക്കുന്നു, നമ്മൾ പേടിച്ച് മരിച്ചു അല്ലേ? അത് പ്രസന്റ് മാത്രമേ ഉള്ളൂ. അത് പ്രസന്റിൽ നിന്നാൽ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല ദൈവം നമ്മളെ. അതുകൊണ്ട് തന്നെ ഇതുങ്ങൾക്കൊന്നും അസുഖം വരുന്നില്ലെന്നേ. മെഡിക്കൽ കോളേജ് പീഡിയാട്രിഷ്യനെ കാണാൻ പോകുന്ന പുലിയെ കണ്ടിട്ടുണ്ട്, ഈ അല്ലെ ആത്മഹത്യ പോകുന്ന പുലിയെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പഠിക്കും ട്രെയിനിൽ തലവെക്കാൻ പോകാൻ അങ്ങനെയുള്ള പുലിയൊന്നുമില്ല ജീവിതത്തിൽ. നമുക്ക് മനുഷ്യന് മാത്രമേ ഇത്രയേറെ മാനസിക രോഗമുള്ളൂ. കാരണം അവന് മാത്രമേ മനസ്സില്ലെങ്കിൽ മനസ്സിന് രോഗമില്ല. ഇവർക്കൊന്നും മനസ്സില്ല, അതുകൊണ്ട് മനസ്സിന് രോഗമില്ല. അതാണ് ഭാരതത്തിൽ പറയുന്നത്, മനുഷ്യന് ബാധിക്കുന്ന രോഗമാണ് മനസ്സ്, അല്ലേ? അപ്പോ എന്താ ചോദിച്ചില്ല. നമ്മൾ പെർസെന്റിൽ നിന്നാൽ അതെ ഈ വക പ്രശ്നങ്ങളൊന്നും പട്ടി പൂച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്നുണ്ട്, ലോൺ അടയ്ക്കണ്ട, വീട് വെക്കണ്ട, ടെൻഷനില്ല, നമുക്ക് പുതിയാതില്ല, ഇങ്ങനെ ഉറങ്ങിയിട്ട് ദിവസങ്ങളല്ലേ ഒരു സുഖമായിട്ട് കിടക്കുന്നു. അടുത്ത നാളെ രാവിലത്തെ ഫുഡിനെ കുറിച്ച് എനിക്ക് ചിന്തയില്ല. നാളെ രാവിലത്തെ ഫുഡിന് അല്ലെ ഇന്ന് രാത്രിയിൽ നാളെ രാവിലത്തെ ഫുഡിനെ കുറിച്ച് ചിന്തയില്ലാതെ ഉച്ചയ്ക്ക് ഉറങ്ങുക. ബാങ്കിന് പൈസ ഇട്ടിട്ടില്ല. ആലോചിച്ച് നോക്കണം അവസ്ഥ. ഏതെങ്കിലും മൃഗം വന്ന് തിന്നുമില്ലോ എന്ന് ഉറപ്പില്ല. ഈ മൃഗങ്ങളെല്ലാം അങ്ങനത്തെ വലിയ ജീവികൾ തിന്നുന്നത് പേടിച്ചായിരിക്കും നമ്മൾ ഒഴിച്ച് ബാക്കിയില്ല. നമുക്ക് ഈ പേടി ഒന്നും ഇല്ലാതിട്ട് നമുക്ക് ടെൻഷനാണ്. പക്ഷെ ആലോചിച്ചെങ്കിൽ ഈ ജീവജാലങ്ങൾക്ക് കോട്ടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് എന്നും ഫുഡ് കിട്ടുന്നില്ലേ? ഇതിന് പട്ടിണി കിടന്നിട്ട് ആവുന്നില്ലല്ലേ? മനുഷ്യൻ മാത്രമേ പട്ടിണി അവന്റെ പിള്ളേരായ മതി. അപ്പൊ ശരിക്കും നമ്മൾ പ്രസന്റിലാണ് ഈ പറഞ്ഞ പകുതി ആശ്രയങ്ങളുണ്ട്. കുറച്ച് അസുഖങ്ങളാണ്. കാരണം നമ്മുടെ ഫുഡിൽ നമ്മൾ തന്നെ വിഷം കഴിക്കാറുണ്ട്, കഴിക്കുന്നത് നമുക്ക് കൊണ്ട് തരണമൊക്കെ നല്ല ഫുഡൊന്നും നമുക്ക് കിട്ടുന്നില്ല. മൃഗങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് പോയി എടുക്കും. അവർക്ക് തോട്ട് പ്രോസസ് ഇല്ല. അവര് കെമിക്കലൈസ്ഡ് ഫുഡ് കണ്ടാൽ അറിയാം. കാരണം അവരുടെ ഇൻറ്റ്യൂഷൻ ബോധം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഇൻഫർമേഷൻ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് ആ ഇൻഫർമേഷനിൽ നിന്നുള്ള ഫുഡ് തന്നെ എടുക്കുന്നത്. കീപ്പ് ആൻ ആപ്പിൾ എന്തോ ഡോക്ടറെ അകത്ത് ആപ്പിൾ കഴിച്ചു ബെഞ്ചമിൻ ഫ്രാങ്കിൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല അവർ ആപ്പിൾ കഴിക്കും. അവരതൊക്കെ കെമിക്കൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് 5 സെൻസിയെ കൂടെ ഒബ്സർവ് ചെയ്യും. 5 ഇന്ദ്രിയങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണ് കണ്ണത്തിലോട്ടാണ് വരുന്നത്. അപ്പോൾ കാഴ്ച, കേൾവി, സ്പർശം, മണം, ടച്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് വേണ്ട കിടക്കുന്നില്ല ആപ്പിൾ കൊണ്ടുവച്ചാൽ അവിടെ ഉപയോഗിച്ചിട്ട് അതായത് കഴിക്കും. ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ പോലും എടുക്കത്തില്ല മൃഗങ്ങൾ. കാര്യമില്ല, അവർക്കറിയാം കെമിക്കലുണ്ട്. നമ്മളാണ് ടി വി കണ്ടുകൊണ്ട് സ്റ്റിക്കർ നോക്കാതെ കട്ട് ചെയ്ത് കഴിക്കുന്നത്. നമ്മളത് വെച്ച് നോക്കുന്നില്ല അതിൽ കാർബൈഡ് ഉണ്ടോ, കെമിക്കലുണ്ടോ, അല്ലെങ്കിൽ നോക്കുന്നില്ല വാക്സ് ഉണ്ടോ. അപ്പം ഒരാളെ മനസ്സിലാക്കണം, മെമ്മറി കൂടെ മനസ്സിലാക്കുന്നത്. ഞാൻ വിളിക്കുമ്പോൾ അല്ല നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കും. എൻ്റെ കൂട്ടാണ് നിങ്ങളെന്നുള്ള നിങ്ങളൊക്കെ എനിക്കൊരു വിഷമം വന്നാൽ അതുപോലെയാണ് നിങ്ങൾക്കും. അപ്പോൾ എനിക്കൊരു വിഷമം വന്നാൽ അതുപോലെയാണ് നിങ്ങൾക്കും. ഇത് മനസ്സിലാക്കി ബോധത്തോടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങളുടെ വിഷമങ്ങളോ കാര്യങ്ങളോ എനിക്ക് മനസ്സിലാവും. നേരെ കുറിച്ച് ഞാൻ എൻ്റെ മെമ്മറി ഡേറ്റയിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ നോക്കിയാൽ കംപ്ലീറ്റ് തെറ്റി. മുൻവിധി ഇല്ലാതെ നമുക്ക് ഒബ്സർവേഷനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രസംഗിക്കണം. അപ്പം നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അത് പ്രധാനമായിട്ട് ഫുഡ് എടുക്കുന്ന ഉൾപ്പെടെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കർമ്മഫലങ്ങൾ പറയും. ഫ്യൂച്ചറിലെ നമ്മുടെ റിസൾട്ടിനെ, നല്ല ജീവിതത്തെയൊക്കെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് എടുക്കാത്ത തീരുമാനങ്ങളെ ബാധിക്കും. നമ്മൾ തോട്ട് പ്രോസസ്സിൽ നിന്നാണ് എടുക്കുന്നത് തീരുമാനം.
വളരെ ആലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ഫെയിലിയർ ആവുന്നത്. പക്ഷെ ഒരു തോന്നൽ, ഒരു ഇന്ദ്രിയങ്ങളോട്, ഒരു ഇൻട്യൂഷനോട് തോന്നൽ ചെയ്ത് പലരും സക്സസ് ആവാം. ശരിയല്ലേ? സെൻസ് ഓഫ് മൈൻഡിൽ അവയർനെസ് നിൽക്കും. അപ്പോൾ അവയർനെസ് എന്താണെന്നുള്ളത്, അവയർനെസ് 5 ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നത്. തോട്ട് പ്രോസസ്സ് ഇവിടെ കിട്ടില്ല, അത് മെമ്മറിയാണ്. അപ്പോൾ 5 ഇന്ദ്രിയങ്ങളെ ഒരാളെ 5 ഇന്ദ്രിയങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? 5 ഇന്ദ്രിയങ്ങളെ പിടിച്ചു വലിക്കുന്ന നല്ല സുഗന്ധം, നല്ല സോഫ്റ്റ് ടച്ച്, സ്മെല്ല്, കാഴ്ച, കേൾവി, 5 ഇന്ദ്രിയങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്താൽ ആളുടെ ഫ്രീക്വൻസി മാറും. ഫ്രീക്വൻസിയാണ് ബ്രെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ചേഞ്ച് ചെയ്യുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ന്യൂറോ സെല്ലിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നെഗറ്റീവ് പോസിറ്റീവ് ടൈപ്പ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ എപ്പോഴാണ് അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള നെഗറ്റീവായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്? ഇത് രണ്ടും ആവശ്യം. നെഗറ്റീവ് എന്ന് ഞാൻ പറയുമ്പോൾ നെഗറ്റീവ് അല്ല. നമുക്കൊരു ഭയമില്ലെങ്കിൽ നമ്മൾ സിംഹത്തിനെ കടിച്ച് കെട്ടിപ്പിടിച്ച് കൊടുക്കത്തില്ല. അപ്പോൾ നമുക്ക് ഭയം വേണം, എല്ലാ ആവശ്യത്തിനുള്ളപ്പോൾ അത് പോസിറ്റീവാണ്. ഡോപ്പാമിൻ ആവശ്യത്തിന് വേണം, കൂടുതലായി കഴിഞ്ഞാൽ അഡിക്ഷൻ വരും. അപ്പോൾ നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ അർത്ഥത്തിലല്ല, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ബേസിക്കലി നെഗറ്റീവായിട്ടുള്ള കെമിക്കൽസ്, പോസിറ്റീവായിട്ടുള്ള കെമിക്കൽസ് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ, നോർ അഡ്രിനാലിൻ പോലുള്ള നെഗറ്റീവായിട്ടുള്ള കെമിക്കൽസ് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഓർമ്മയിലെ നെഗറ്റീവ് ഏരിയയിലേക്ക് മാത്രമേ ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത് ഓർക്കുമ്പോൾ കൂടുതൽ ഡിപ്രസ്ഡാകും. നെഗറ്റീവ് ഓർമ്മകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ കൂടുതൽ ഇമോഷൻസ് വരും, കൂടുതൽ കെമിക്കൽസ് സെക്രേറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ മെമ്മറി നെഗറ്റീവ് വരും. ഇങ്ങനെ ഒരു സർക്കിളിലൂടെ കോമ്പൗണ്ട് ചെയ്തിട്ട് എനർജി എപ്പോഴും അങ്ങനെയാണല്ലോ, കോമ്പൗണ്ട് ചെയ്ത് പോയി പൂർണ്ണമായ ഒരു എക്സ്പ്ലോഷനിലേക്ക് പോകും. ആ എക്സ്പ്ലോഷൻ എങ്ങനെയാണ് വരുന്നത്? ശരിയല്ല? ഇപ്പം നമ്മൾ തമ്മിൽ രണ്ടുപേരും വഴക്കിടും, ഭാര്യ ഭർത്താവ്, നീ എന്നങ്ങനെ പറഞ്ഞില്ലേ, പണ്ടിങ്ങനെ പറഞ്ഞില്ലേ, അന്നാദ്യം കണ്ടപ്പോഴേ എനിക്ക് പിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ ഡോക്യുമെൻ്റ് കല്യാണത്തിന് മുമ്പ് നാട്ടുകാരൊക്കെ പറഞ്ഞത്, ഈ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ 4 പേര് കഴിഞ്ഞ് നീ 5ാമത്തെ പണി വാങ്ങിക്കും. അല്ലല്ല ചേട്ടാ, അത് ഞങ്ങളുടെ കുഴപ്പമല്ലേ, അല്ലെ എൻ്റെ കുഴപ്പമല്ല അല്ലേ എന്നൊക്കെ പറയും. എത്ര പറഞ്ഞാലും പോസിറ്റീവ് മാത്രമായിട്ടുള്ളൂ. ഡോക്യുമെൻ്റ് അതിൽ വയ്ക്കുന്നു. ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ പോസിറ്റീവ് ഓർമ്മകളേ ഉള്ളൂ. ആ ഏരിയ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് കുറച്ചാളെ കഴിഞ്ഞ് വഴക്കുണ്ടായപ്പോൾ അന്ന് എന്നോട് ആ ചേട്ടന്മാർ പറഞ്ഞ ഇന്നലെ വരെ ഇല്ല, ആ ഏരിയയിൽ ആക്സസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ടി വിയിലാണ് പ്രേത സിനിമയൊന്നും കാണുന്നത്, ഗോസ്റ്റ് ഫിലിംസ്. അവർ കേൾക്കും, അവർ പകൽ ലൈറ്റൊക്കെ എല്ലാവരും ഉണ്ടല്ലോ, കണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ സ്റ്റോറി ചെയ്യും. എപ്പോഴും എന്നറിയാം, 10 വർഷത്തിന് ശേഷം ആരും ഇല്ലാതെ ബസ് ഇറങ്ങി രാത്രി ഒരു ശ്മശാനത്തിന്റെ സൈഡിലേക്ക് വരുന്ന സമയത്താണ് ഈ വിഷ്വലെല്ലാം നോക്കി വരും. ഇത് നിർത്താൻ പറ്റത്തില്ല. അത് ആ ട്യൂണിങ് വരുമ്പോഴാണ് ആർക്കിടൈപ്പ് ഫോം ആക്റ്റീവാണ്. ആർക്കിടൈപ്പ് എന്ന് അതിൻ്റെ കാര്യം പറയും. 5 സെൻസിൽ കൂടെ ബ്രെയിൻ കെമിക്കൽസിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഗ്രാംസിനെയാണ് ആർക്കിടൈപ്പ്. ഇപ്പോൾ ഒരു പട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്, ചിലർക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും ഒരു പട്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ 5 സെൻസിൽ കൂടെ പട്ടി അഡ്രിനാലിൻ ഉത്പാദിപ്പിക്കുന്നത് ഓടുന്നിട്ട് ഫൈറ്റർ വരുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നത്. എന്നാൽ അവർക്ക് വിദ്യാഭ്യാസം കഴിയില്ല, ചങ്ങലയിട്ട് നെട്ടി വെച്ചേക്കുക ഒക്കെ അറിയാം. കൂട്ടത്തിലുള്ളവർ വയ്യാത്ത പോകാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവരുണ്ട്. ഇതാണ് നമ്മുടെ ലൈഫ് മൊത്തം നിയന്ത്രിക്കുന്നത്, വേറെ ഒന്നുമല്ല. അവിടെ കുറെ ബി പോസിറ്റീവ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, കുറെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, കുറെ കൗൺസിൽ ചെയ്തിട്ട് കാര്യമില്ല. അവരോട് പേടിക്കണ്ട, നിങ്ങൾക്ക് വാങ്ങുകൊണ്ട് കാര്യമില്ല. അത് നമ്മൾ പറഞ്ഞോണ്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തുള്ളൂ. ആ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സൗണ്ട്
അന്നേരം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ആർക്കിടെക്ട് അപ്പോൾ പട്ടിയുടെ ആർക്കിടെക്ട് അറിവ് കാര്യങ്ങളല്ല പക്ഷേ നമ്മുടെ അറിവ് കേടിനെ ഉണ്ടാക്കുന്നത് ഈ ഫ്രീക്വൻസി ഡിഫറൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില കോമഡി ആക്ടേഴ്സ് പറയുന്നതെല്ലാം കോമഡി ആയിരിക്കും, അതൊരു ഫ്രീക്വൻസിയാണ്. നമ്മൾ ചിലപ്പോൾ ആ മൂഡിൽ വന്നു കഴിഞ്ഞാൽ പറയുന്ന എല്ലാം അടിപൊളി വിറ്റായിരിക്കും. നമ്മളത് ഇത്രയൊക്കെ വിറ്റ് പറയുന്ന ആൾ ചിലപ്പോൾ പറയുന്നതെല്ലാം ചളിയായിരിക്കും. ഫ്രീക്വൻസി ചില സമയത്ത് നമ്മൾ പറയുന്നില്ല, അത് ആ ഫ്രീക്വൻസിയാണ്. മൂഡിട്ട് ഇരിക്കുന്ന ആ ഫ്രീക്വൻസിയാണ്, അത് കെമിക്കലാണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ. അതുണ്ടാക്കുന്ന ആർക്കിടെക്ട്. നമ്മൾ നല്ല ഒരു ഫങ്ഷൻ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശത്രു അങ്ങോട്ട് കയറി വരുന്നത്. നമ്മുടെ സകല മൂടും പോകില്ല. പിന്നെ നമുക്ക് ആ ഫ്രീക്വൻസിയിൽ മാറാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ കുറേ ഉപദേശിക്കുന്നതൊക്കെ നല്ല എല്ലാം നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് മാത്രം ആളിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഫ്രീക്വൻസി ഷിഫ്റ്റ് അതിന് ഈ സെൻസറി ലേണിങ്ങിൽ മാറ്റം വരും. ഇപ്പം നമ്മളിവിടെ വളരെ സന്തോഷമായിട്ട് നല്ല പോസിറ്റീവായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഒരു ഹ്യൂമൻ വേസ്റ്റിൻ്റെ ഒരു മണം ഉണ്ടെങ്കിൽ, ഒരു മലത്തിൻ്റെ മണം ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഫ്രീക്വൻസി മാറി, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ടോട്ടൽ മൂഡ് മാറി. അതുപോലെ തന്നെ നമുക്ക് വളരെ അസ്വസ്ഥം ഉണ്ടാക്കുന്ന ഒരു ആർക്കിടെക്റ്റിനെ ആക്റ്റീവ് ആക്കുന്ന ഒരു സെൻസറി എക്സ്പീരിയൻസ് ഉണ്ടാക്കി. നമ്മൾ പൂജ കഴിക്കുമ്പോൾ ആളുകൾക്ക് നല്ല റിസൾട്ടാണ് വരുന്നത്. പക്ഷെ കുറേ ആളുടെ പൂജ മൊത്തം കുറവായി. അയാൾ ഇവിടെ വന്നപ്പോൾ മുതൽ തീരുന്ന വരെയുള്ള പൂജ കംപ്ലീറ്റ് കുഴപ്പമാണ്. എന്താ കാരണം പറഞ്ഞാൽ അയാളുടെ വൈഫ് മരിച്ചുപോയത്, അവരുടെ പ്രേമിച്ചൊക്കെ പോയാൽ മരിച്ചുപോയത്. ഈ വൈഫിനെ കൊണ്ടുപോയപ്പോൾ അത് പൊളിഞ്ഞിരുന്ന ബന്ദിയുടെ മാന, ഞാനിവിടെ എത്തിച്ചേക്കുന്നത് ഒക്കെ ഈ ബന്ദിയുടെ പൂവായിരുന്നു. ആ മണവും ആ പൂവിൻ്റെ കളറും ഇതെല്ലാം പുള്ളി ഇവിടെ വന്നിരുന്നപ്പോൾ പുള്ളി അസ്വസ്ഥമാണ്. അവസാനം പുള്ളി അതിന് പോയി. ഒന്നും തോന്നല്ല, എനിക്ക് സാറിനോട് ബഹുമാനക്കൂടെ ഉള്ളത്, എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ പൂവൊക്കെ മാറ്റി, എന്നാലും നല്ല എനിക്ക് പോയി. കാരണം ആ ആർക്കിടെക്ട് പുള്ളിയുടെ ഉള്ളിൽ കണ്ടിന്യൂസ് നെഗറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ബി പോസിറ്റീവെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആദ്യമേ മാറ്റിയാൽ മതി. മനസ്സിലായത് ലേറ്ററാണ്. പുള്ളിക്കാണ് അസ്വസ്ഥത വരും, പുള്ളിക്കെന്നെ മനസ്സിലാവുന്നില്ലല്ലോ. പുള്ളിക്ക് ഇറങ്ങി ഓടണം തോന്നുന്നു. സാധാരണ നെഗറ്റീവ് എനർജി ഉള്ളത് ഇങ്ങനെ ഓടാനൊക്കെ വരുന്നു. ഞാൻ വിചാരിച്ച അതായിരിക്കും, അവിടെ ഇരുന്നോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തുകയൊക്കെ ചെയ്ത്. പക്ഷെ അവസാനം പുള്ളി ലാസ്റ്റിലായി പുള്ളി കാര്യം പറഞ്ഞു. ആദ്യമേ പറഞ്ഞാൽ നമ്മളിത് മാറ്റിയാനൊക്കെ അത് ഇമ്മീഡിയറ്റ്ലി അത് മാറ്റാനുള്ള അടുത്ത സൊല്യൂഷൻ. അത് അറിയാത്തതുകൊണ്ടാണ് പറ്റും. ഇപ്പം എന്ന് പറഞ്ഞ പോലെ ആർക്കിടെക്ട്സ് ആണ് ഇവിടെ നിന്ന് കാലിന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. നല്ല ആർക്കിടെക്ട്സ് ഇല്ലാത്ത ആളുകൾക്ക് പുതിയ തലമുറയുടെ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അതേ കുറേ ആർക്കിടെക്ട് ബ്രാൻഡ് ആർക്കിടെക്റ്റുകളൊക്കെ പറയുന്നു. ഹീറോ, വില്ലൻ, ഓൾഡ് ലേഡി അങ്ങനെയൊക്കെ പറഞ്ഞ് പല ആർക്കിടെക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മുടെ ഉള്ളിലുള്ള ബിംബങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളുടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ കോഗ്നിറ്റീവ് ന്യൂറോ സൈക്കോളജി എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആചാര്യന്മാർ തന്ത്രത്തിൽ കാണിച്ചതാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെരുപ്പ് ഊരിയിട്ടിട്ട് നല്ല സ്പർശനം. ചെരുപ്പ് ഊരിക്കണം എന്ന് പറയുന്നത് എന്താ? ടച്ച് അറിയാൻ പറ്റും. പുണ്യഭൂമിയിലെ സ്പർശനം, മണിയടി, ശംഖനാദം, നല്ല സൗണ്ടുകൾ. ആ സൗണ്ടിന് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ഓങ്കാരമാണ് മണിയടി, ശംഖനാദം. അല്ലെങ്കിൽ എന്ന് പറയുന്ന ഓങ്കാരം പ്രപഞ്ചത്തിൻ്റെ സൗണ്ടാണ്. ഒരു മിഷ്യൻ ഒരു കട്ടർ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ? ഒരു വണ്ടി പോകും, ഇത് ഓങ്കാരം. പ്രപഞ്ചത്തിലെല്ലാം ഓമാണ് ഈ സൗണ്ട് എന്ന് പറയുന്നത്. എന്തും തുടങ്ങി ഇങ്ങനെ ഗ്രഹിച്ചത് അല്ലേ? ഒരു ഫാൻ ഓണാക്കും, ഒരു മെഷീൻ ഓണാക്കും, ഒരു മിക്സി ഓണാക്കും, ഒരു പശു ആകുന്നു. സൗണ്ട് എല്ലാം ബേസിക്കലി ഓങ്കാരം. അപ്പോൾ ആ സൗണ്ട് ഏറ്റവും നല്ല രീതിയിൽ കിട്ടി നമ്മൾ ന്യൂട്രലാണ്. അതാണ് ഓങ്കാരത്തിന് ജപിക്കുമ്പോഴത്തേ നമ്മുടെ വൈബ്രേഷൻ ഈ നെഗറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒന്ന് ബാലൻസ്ഡ് ആവാൻ പറ്റുന്നതാണ് ജപം. അപ്പോൾ അങ്ങനെ ഓങ്കാരങ്ങൾ സൗണ്ട് കാട്ടി നല്ല വിഷ്വൽ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് വിശേഷങ്ങൾ വിഗ്രഹമാണ് വിശേഷിച്ച് വയ്ക്കാനുള്ള വിഗ്രഹം. അല്ലാതെ അത് ദൈവമാണല്ലോ.
വിശേഷിച്ച് ഗ്രഹിക്കുന്നു. അതിലൂടെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോ കാണും, പഴയ അച്ഛനെ ഓർമ്മ വരാൻ വേണ്ടി ഫോട്ടോ വെക്കുന്നുണ്ട്. ഒരു പ്രോസസ്സ്, പോസിറ്റീവായിട്ടുള്ള വിഗ്രഹം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദേവത. അപ്പോൾ പോസിറ്റിവിറ്റി കിട്ടും. നമ്മുടെ മൈൻഡിൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് കയറുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി കാണുമ്പോൾ പോസിറ്റിവിറ്റി കിട്ടും. അങ്ങനെ 5 സെൻസുകൾ, ചന്ദനം ടച്ച്, പുഷ്പമൊക്കെ ടച്ചാണ്, നല്ല സോഫ്റ്റ് ടച്ച്, അതിൻ്റെ മണം, പുഷ്പങ്ങളുടെ മണം, അഗർബത്തി അല്ലെങ്കിൽ ചന്ദനത്തിരി, ചന്ദനം, ഇതെല്ലാം സുഗന്ധത്തിനെ ഉണ്ടാക്കും, പുഷ്പം അല്ലേ. അപ്പം 5 സെൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂജ കഴിക്കുമ്പോഴൊക്കെ ഈ 5 സെൻസിന് സ്റ്റിമുലേഷൻ സംഭവിക്കും. അത് വലിയൊരു സയൻസാണ്. പട്ടിയുടെ ആർക്കിടൈപ്പ് എങ്ങനെ കയറിയത് നെഗറ്റീവായിട്ട് ഇവിടെ പോസിറ്റീവായിട്ട് കയറ്റുവാണ്. ഈ 5 സെൻസറി ഉപബോധ മനസ്സിൻ്റെ ലേണിംഗ് സെൻസറി ലേണിംഗ് ആണ്, കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡ് ലേണിംഗ് അല്ലേ. നമ്മൾ സബ് കോൺഷ്യസ് ലേണിങ്ങിൻ്റെ ലേണിംഗ് എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന് 5 സെൻസിലുള്ള ലേണിംഗ്, ഏറ്റവും പ്രധാനമാണ്. വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്സിഡന്റ് കണ്ടാൽ 10 വർഷം കഴിഞ്ഞ് ആ ദിവസം അത് ഒന്നിലില്ല. നമ്മൾ ആദ്യം ഓർഡർ ഇന്ന് മൂടില്ല, പിന്നെ ആലോചിക്കുന്നത് ഈ ദിവസമല്ലാണ് ആക്സിഡന്റ് ഉണ്ടായത്. അത് ആർക്കിടൈപ്പ്, അത് ആർക്കിടൈപ്പായിട്ട് കയറി 5 സെൻസ് ആ ബ്ലഡും ആൾക്കാരുടെ. അപ്പൊ സെൻസറി ലേണിങ്, ഇമോഷൻ കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് ലേണിങ് ഫാസ്റ്റായിട്ട്. അതുകൊണ്ട് കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പഠിക്കുന്നത് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നത് പരിപാടിയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഗൂഗിളിൽ ഒരു ഇക്വേഷൻ കാണുന്നത് ഇപ്പോൾ പഠിപ്പിച്ചാൽ ഒറ്റ മിനിറ്റ് പഠിപ്പിച്ചാൽ അതെങ്ങനെ ഒറ്റ മിനിറ്റ് പഠിപ്പിച്ചാൽ കാണാൻ പഠിപ്പിച്ചാൽ അതെങ്ങനെ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ XY എന്നൊക്കെയാണ് എനിക്ക് പണ്ടേ ബുദ്ധിമുട്ടില്ല. നമ്മൾ പറയുമ്പോൾ ഈ X കണ്ടിട്ട് എന്തെങ്കിലും പിക്ചറായിട്ട് തോന്നുന്നു. അപ്പോൾ ഒരു ചിത്രശലഭത്തിൻ്റെ രണ്ട് സൈഡിൽ യോജിപ്പിച്ച ഒരു ചിത്രശലഭമായിരുന്നു. എന്നിട്ട് ആ ചിത്രശലഭത്തിൻ്റെ ബേസ് ചെയ്ത് കഥയുണ്ട്. സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ചിത്രശലഭമുണ്ട്. അപ്പോൾ ഈ ചിത്രശലഭം തമ്മിൽ കല്യാണം കഴിച്ചിട്ട് 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഇമോഷണൽ നീ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെയ്യരുത്, ആ വൃത്തികെട്ട കാര്യങ്ങളാണ് എഴുതുന്നത്. അപ്പോഴേ ഓർത്തിരിക്കത്തുള്ളൂ. തെറിയൊക്കെ എഴുതാം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇമോഷൻസ് ഉണ്ടാവുന്ന രീതിയിൽ ഈ 5 സെൻസറിയിൽ നിന്ന് കിട്ടിയ ഓർമ്മകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കിയ ഒറ്റ വീട്ടിലൂടെ വെച്ചിട്ട് പഠിച്ചു ഭയങ്കര രസമാണ്. പിന്നെ ഒരു രക്ഷപ്പെട്ടാൽ പഠിച്ചു. റിപ്പീറ്റേഷനാണ് അല്ലെങ്കിൽ 3ാമത്തെ ഓപ്ഷൻ. തെലുങ്ക് ബാഹുബലി സിനിമയിലെ പാട്ട് മുഴുവൻ എൻ്റെ മോള് കാണാതെ പറയുന്ന സമയത്ത് പക്ഷെ കുമാരനാശൻ 4 ഒരു കവിത പഠിക്കാനാണുള്ളത്. കുട്ടി പുസ്തകത്തിൽ കൊടുത്താൽ എത്ര ദിവസം എടുത്താലും പഠിക്കണം. റിപ്പീറ്റ് ചെയ്തിട്ടാണല്ലോ, റിപ്പീറ്റ് ചെയ്യണം, ഒരുപാട് റിപ്പീറ്റ് ചെയ്യണം. കാരണം ഇമോഷണലി ഉള്ളതൊന്നുമില്ല, പഠിക്കാനുള്ളതെന്ന് തോന്നലാണ്. 2 ഇമോഷൻ ഉണ്ട്, പക്ഷെ ആ രീതിയിൽ എടുക്കത്തില്ല. പഠിക്കാനാണ് പറയുമ്പോൾ അത് ബാധ്യതയായിട്ടുള്ള കാരണം. 2 ഇമോഷൻ സെൻസസ് അതിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. കാഴ്ച മാത്രമല്ലേ ഉള്ളൂ ഒരു പ്രിന്റ് ചെയ്ത പുസ്തകം. മറ്റേതങ്ങനല്ല, ഇമോഷനുണ്ട്, 5 സെൻസ് വർക്ക് ചെയ്യുന്ന സൗണ്ട്, മ്യൂസിക് ഇതെല്ലാം വന്ന് റിപ്പീറ്റേഷൻ ചെറിയ 2-3 റിപ്പീറ്റേഷൻ വരുമ്പോഴത്തേക്ക് അത് പഠിച്ചു ചെയ്യും നമ്മളെ പാട്ട്. അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് ഒരു ആർക്കിടൈപ്പ് ലേൺ ചെയ്യുന്നത് ലേണിംഗ് ഇല്ല, ആർക്കിടൈപ്പ് ലേണിംഗ് അത് സംഭവിക്കുന്നു. ഈ ഇമോഷൻ എന്ന് പറയുന്ന ബ്രെയിൻ കെമിക്കൽസിനെ കൂടെ മാറ്റുന്ന സംഭവങ്ങൾ വരണം, സെൻസറി ലേണിംഗ് വരണം. അപ്പം നമ്മുടെ ഉള്ളിലുള്ള എല്ലാം നെഗറ്റീവ് ആർക്കിടെക്ചർ, ഇതാണ് നമ്മുടെ ചിന്തകളെയും പേഴ്സണാലിറ്റിയും ഉപബോധ മനസ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ആർക്കിടെക്ചർ ആണ്. അത്ര മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ഈ ആർക്കിടൈപ്പ് മാറ്റം ഉണ്ടാകാതെ പുറത്ത് കിടന്ന് എത്ര പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടോ കാര്യം. ഈ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ചിലപ്പോൾ വരാം ഒരു സമാധാനം ബി പോസിറ്റീവ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവർ നെഗറ്റീവായി, ബി പോസിറ്റീവ് പറഞ്ഞു പറഞ്ഞാൽ അവർ നെഗറ്റീവായി. അപ്പം കാര്യം കളിയാക്കുന്നല്ല കേട്ടോ, കാര്യം പറഞ്ഞു. അതായത് ആർക്കിടെക്ചർ മാറ്റം വരാതെ എത്ര ആയാലും നമുക്ക് മാറ്റം വരില്ല. അപ്പൊ ആർക്കിടെക്ചർ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, നെഗറ്റീവ് കെമിക്കൽസ് ബ്രെയിനിൽ ഉണ്ടാകുന്ന ആർക്കിടെക്ട് ഉണ്ട്, നെഗറ്റീവ് ഓർമ്മകളല്ലേ വരും. എൻ്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് വളരെ പോസിറ്റീവ് ആർക്കിടെക്ട് 5 സെൻസ് കൂടെ. അപ്പോൾ ഒരാൾ പറയാണ്, എൻ്റെ മോള് വന്നിട്ട് പറയാം, പക്ഷേ അമ്മ അതാണ് പോയി. അന്നേരം മുതൽ 5 സെൻസിന് കിട്ടുന്ന
ആ ആർക്കിടെക്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന കെമിക്കൽ ചേഞ്ച് പോസിറ്റീവാണ് നെഗറ്റീവാണ്? തീർച്ചയായിട്ടും നെഗറ്റീവ്. പക്ഷേ പിറ്റേന്ന് രാവിലെ ഫോൺ വരുന്നു, അപ്പോൾ വൈഫാണ് വിളിക്കുന്നത്, നമ്മൾ രണ്ടെണ്ണം പറയാം, അവൾ വിളിച്ചല്ലോ, എന്നോട് ഈ പണി കാണിച്ചത് എനിക്ക് ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് പറഞ്ഞു എന്ന് പറയുന്നത് ഇയാള് അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു, ബൈപ്പാസ് അത് കഴിഞ്ഞ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഫോൺ പോലും എടുക്കാൻ പറ്റിയില്ല, വിളിക്കാൻ പറ്റിയില്ല, അടുത്തുള്ള ചേട്ടൻ്റെ കൂടെ ഒന്നാണ് ഞങ്ങൾ ഒന്നിച്ച് വരിക എന്ന് പറഞ്ഞാൽ പിന്നെയും ആ ഫിഗർ ആ ആർക്കിടെക്ട് എനിക്ക് തരുന്നത് എന്തായാലും പോസിറ്റീവ്. അപ്പോൾ ശരിക്കും എൻ്റെ ഭാര്യയ്ക്ക് വല്ലതും അറിയുന്നുണ്ടോ? നമ്മൾ പ്രൊജക്റ്റ് ചെയ്യില്ല. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ആർക്കിടെക്ട്സിന് ചുറ്റും പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നു, കരയുന്നു, ചിരിക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. പുറത്ത് റിയാലിറ്റി ആയിട്ടൊന്നും ബന്ധവും കാണത്തില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലെ ആർക്കിടൈപ്പുകൾ നിറഞ്ഞ ഒരു സങ്കല്പത്തിനെയാണ് മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പതഞ്ജലി യോഗചിത്തവൃത്തി നിരോധന എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ഇന്ന് എക്സ്ട്രാ ഉണ്ടായിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് മാത്രമേ. പൂച്ച വിചാരിക്കുന്നുള്ളൂ ഞാനൊരു പൂച്ചയാണ്, ഞാൻ പൂച്ച കഴിക്കുന്നു, പൂച്ച സംസാരിക്കുന്നു, പൂച്ച ഉണ്ട്. നമുക്കിതുണ്ട്. ശ്രീധരൻ്റെ മുമ്പിൽ സംസാരിക്കുന്നു, ശ്രീധരൻ്റെ മുമ്പിൽ പറയുന്നു, ഇതൊന്നും ഒരു വലിയ സംഭവമാണ്, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ പ്രപഞ്ചത്തിനിടയിലെ ഒരു ശല്യവാണിത്. ഞാൻ ഭക്ഷണം കഴിച്ചാൽ പോലെ ശ്രീധരൻ്റെ മുമ്പിൽ കഴിക്കേണ്ട കാര്യം. ഞാൻ ഡിസിഷൻ എടുക്കുന്നിടത്തൊക്കെ ഇത് വരും. ഈ ഞാനിങ്ങനെ ചെയ്ത ആളുകളൊന്നും വിചാരിക്കും ഞാനത് കരിങ്കല്ല് പാകിയില്ലെങ്കിൽ കരുവത്തോലാവില്ല, നാട്ടുകാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എൻ്റെ പോക്കറ്റല്ലേ നോക്കുന്നത്. കാരണം ഞാനുള്ളതുകൊണ്ട് നാട്ടുകാർ നിൽക്കുന്നത്, ഞാനില്ലെങ്കിൽ നാട്ടുകാരുമില്ല. അപ്പോൾ എക്സ്ട്രാ ഉണ്ടായി വരുന്ന ഈ ശല്യമാണ് നമ്മളെയൊക്കെ നശിപ്പിക്കുന്ന മനസ്സ്. ഈ മനസ്സിലൂടെയാണ് വേണ്ടാത്ത അറ്റാച്ച്മെന്റുകൾ, ഡിറ്റാച്ച്മെന്റ് ഇതൊക്കെ ഉണ്ടാവുന്നു. വേണ്ടാത്ത രീതിയിൽ ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നത് അവിടെയാണ്. നമ്മുടെ ടൈമും എഫർട്ടും ഒക്കെ ഇമോഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഗൾഫിലിരുന്ന് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് കിട്ടുന്ന പൈസ മുഴുവൻ അയച്ചു കൊടുക്കും. ഒരു സുപ്രഭാതം വല്ലവരുടെ കൂടെ പോകും, കാശും പോയില്ല. എവിടെ ഇൻവെസ്റ്റ് ചെയ്തത്? ഇമോഷനില്. വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. 4 ഗണ്ടയാണോ 10 കൊല്ലം. മനുഷ്യൻ എപ്പോഴും ഇമോഷനിൽ അവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിനക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ജീവിതം എല്ലാം തുലച്ചില്ല ഞാൻ. അപ്പൊ അവർ തെളിയിക്കുക, അവരുടെ ആയിരം ജീവിക്കാൻ പറ്റും. അവരുടെ ഇഷ്ടത്തിന് പോകുമ്പോൾ സങ്കടമായി. കാര്യം എന്താ? മക്കൾക്ക് വേണ്ടിയിട്ട് ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഇതൊക്കെ ചെയ്യുന്നത് ഈ മനസ്സുള്ളൂ. ഈ മനസ്സില്ലെങ്കിൽ ഒരു പ്രശ്നമാക്കി. മനസ്സാണ് ഭയങ്കര ഉണ്ടാക്കുന്നത്, മനസ്സാണ് ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രസന്റ് നിൽക്കുന്നത് മനസ്സിൽ മൃഗങ്ങളെ പോലെ ആകാൻ പറ്റും. അതിനാണ് ആദ്യം ഈ ഇന്ദ്രിയങ്ങളുടെ തന്ത്രം പ്രസന്റിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത്. മാത്രമല്ല ആർക്കിടൈപ്പുകളുണ്ട്, കാണാൻ പറ്റാത്ത ആർക്കിടൈപ്പുകളായിട്ടുള്ളത്. കാണാൻ പറ്റുന്ന ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണിച്ചിട്ടില്ല. ബോഡിയിൽ വന്നിട്ട് വേറെ പേഴ്സണാലിറ്റി വന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് ബോഡി എടുത്തിട്ട് സംസാരിക്കുന്നു. വേറെ ആളെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി മനസ്സിലൊക്കെ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്ന് സംസാരിക്കുന്നതൊക്കെ കാണാൻ പറ്റാത്ത ആർക്കിടൈപ്പുകളാണ്. ഈ കാണാൻ പറ്റാത്ത ആർക്കിടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറേ കേസസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവര് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി വരുന്ന സമയത്ത് വേറെ ഏതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഇവർ ചിലപ്പോൾ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ആ വ്യക്തിയുടെ ലൈഫിൽ നടന്ന് മരിച്ചപ്പോൾ ഉണ്ടായ ഇൻസിഡൻസ് എല്ലാം തന്നെ ഇവർ പറയുന്നത് അന്വേഷിക്കുമ്പോൾ വാസ്തവമാണ്. ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ ആ വ്യക്തിയുടെ സൗണ്ട് ഉൾപ്പെടെ ആ രീതിയിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, പല പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. ഒരെണ്ണം തന്നെ ആയിക്കോളുന്നില്ല ഒരു ബോഡി. ആ പല ആർക്കിടെക്ചർ, ഈ ആർക്കിടെക്ചർ ബ്രെയിൻ കെമിക്കൽസിനെ മൊത്തം ഇന്ന് ഹൈജാക്ക് ചെയ്തെടുത്തിട്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് ഹൈജാക്ക് ചെയ്തിട്ട് ഫുള്ള് പ്രവർത്തിക്കുകയാണ്. ഉള്ളിലോട്ട് മെഡിറ്റേറ്റ് ചെയ്ത ആളുകൾ വേറെ ആളാണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇതില് പാരസൈക്കോളജിയിൽ ഫ്രീക്വൻസി സ്ലിപ്പ് എന്നാണല്ലോ പറയുന്നത്. ഫ്രീക്വൻസി സ്ലിപ്പ് എന്നാണോ പറയുന്നത്. ശരിക്കും ഇത് തന്ത്രത്തിൽ ഇതിൽ എന്തെന്നാണ് പറയാ? എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? തന്ത്രം വളരെ ആഴത്തിൽ പോകുന്നത്. തന്ത്രം എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ശാസ്ത്രീയമായിട്ട് പോകുന്നത്. ഈ ട്രൂത്തിൻ്റെ അങ്ങ് അറ്റത്ത് എക്സ്ട്രീം നിന്നിട്ടുള്ള പണിയാണ്. അപ്പം ശരിക്കും തന്ത്രം വളരെ കൃത്യമായി ഇതിനെ ഡിവിഷൻ ചെയ്തിട്ടുണ്ട് മൈൻഡിൽ. അങ്ങനെ വേറെ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. തന്ത്രം ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിലെ യോഗശാസ്ത്രം ഡിഫൈൻ ചെയ്യുന്നുണ്ട് മൈൻഡിനെ ഡിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ അത് ട്രൂത്ത് ആയതുകൊണ്ടാണ് ഒരുപാട് ഇതിൽ മുന്നോട്ട് വന്നു പറ്റും. നമ്മളെന്താ ചെയ്യുന്നത്? നോർമലി നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് നമ്മൾ
ഫ്രോയിഡൊക്കെ അല്ലേ? എന്ത് ചെയ്യാം? കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്തോ അത് ബാക്കിയെല്ലാം കോൺഷ്യസ് അല്ലാത്തതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ്. അത് എന്തൊക്കെയാണ് വെച്ചാൽ എല്ലാം പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ നിന്ന് വരുന്നതാണ് ഈ പ്രശ്നം. ശരി, മറ്റേ അതും സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്, മറ്റേ അതും സബ് കോൺഷ്യസ്. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അത് കുറച്ചുകൂടെ ക്ലീനായിട്ട് പറഞ്ഞാൽ അതറിയാൻ വയ്യ. അത് നമ്മുടെ ഭാരതത്തിൽ ശാസ്ത്രങ്ങൾക്ക് ഉത്തരവുണ്ട്. കോൺഷ്യസ് മൈൻഡ്, അതിന് മുമ്പ് ഫിസിക്കൽ, നമ്മളെ 5 ശരീരമായിട്ട് ഡിവൈഡ് ചെയ്യുക ഭാരതത്തിൽ. ഫിസിക്കൽ മൈൻഡ്, ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, അന്നമയ ഫിസിക്കൽ മൈൻഡ്, മനോമയ മെൻ്റൽ. ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നൊരു എനർജി ഉണ്ട്. ഇമോഷണൊക്കെ എനർജിയാണ്. പ്രപഞ്ചത്തെ എല്ലാ എനർജിയെ മാറ്ററാണെന്ന് പറയും, മാറ്റർ എനർജിയാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ എനർജി വേറുണ്ട്, മൈൻഡിനൊരു എനർജി വേറുണ്ട്. ഈ എനർജി നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് അറിവുണ്ടാകുന്ന ഒരു തലമുണ്ട് വിജ്ഞാനമയ കോശം. പ്രാണമയം എന്നാണ് എനർജി വേണ്ടത്. വിജ്ഞാനമയം എന്ന് പറയുന്ന അറിവുണ്ടാക്കുന്ന അത് നമ്മുടെ പെർസെപ്ഷൻ ചേഞ്ച് വരുന്നതനുസരിച്ച് ഇതൊക്കെ മനസ്സിലാകും. ഈ വിജ്ഞാനമയ കോശം ഉണ്ടാകുന്നത് ഈ പ്രാണനെ അല്ലെങ്കിൽ ബേസിക് ഫോം ഓഫ് എനർജിയെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തിരിക്കാൻ പറ്റും. ഈ പ്രാണൻ വർക്ക് ചെയ്യുന്നത് ആർക്കിടൈപ്പുകളിലൂടെയാണ്. നമ്മൾ സ്റ്റണ്ട് കളിക്കുന്നു, മോഹൻലാൽ മമ്മൂട്ടി അടക്കം നമ്മുടെ ശരീരത്തിൽ എനർജി വരും. ഈ പ്രാണന്റെ തന്നെ ഈ ഉപയോഗം കൊണ്ടാണ് പലരും മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുക, ബിസിനസ് അല്ലേ? അപ്പൊ ഇത് അറിയാത്ത ആൾക്കാരിലും ഇപ്പോൾ തികച്ചും വ്യത്യസ്ത ആയിട്ടുള്ള വ്യക്തി അവരിലും ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക്കലി നടക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഇത് അവിടെ അറിയാതെ നടക്കുന്നുള്ളൂ. ഇത് നടക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. അപ്പം ഇത് അറിയുന്നില്ലെന്നുള്ളൂ. ചിലർക്ക് അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പം റോബർട്ട് കിയോസാക്കിയെ പോലുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്കൂൾ പോലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുമ്പോൾ വാറൻ ബഫറ്റായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫ്രീക്വൻസി കിട്ടും. ഇത് നമ്മൾ മോഡേൺ സൈക്കോളജിയുടെ ന്യൂറോളിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അതിലൊക്കെ പറയുന്ന മോഡലിംഗ് ഒരു വ്യക്തിയെ അയാളുടെ വാല്യൂസിനെയും ഫ്രീക്വൻസിനെയും മോഡൽ ചെയ്യുക. അപ്പം ആ ഫ്രീക്വൻസി പിടിക്കുകയാണ്. ഇൻ ക്രിംസം സ്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡിഗ്രിക്ക് എന്തോ പഠിച്ചത് സോമർസെറ്റ് മോം ആരുടെ ഒരു ഇതാണ് അതിൽ പറയുന്നുണ്ട്, ഞാൻ ജുബ്ബ ഇടുമ്പോൾ എനിക്കൊരു തത്വചിന്തകൻ്റെ പരിവേഷം എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടേ കുറേ ഡ്രസ്സ് ഇടുമ്പോൾ സ്യൂട്ട് ഇടുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ രസമാണ്. അപ്പം കുറേ ഡ്രസ്സ് ഉണ്ട്. ഇത് പറഞ്ഞാൽ ഇങ്ങനെ സാധനമുണ്ട്. 5 സെൻസിൽ കൂടെ നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഈ പണ്ടത്തെ പാലസുകളൊക്കെ ഇല്ലേ അവിടെ പോകുമ്പോൾ പുള്ളിക്ക് എന്നെ കൊണ്ട് ചക്രവർത്തി കറക്റ്റാണ്. ചില സ്ഥലത്തില്ലുമ്പോൾ ആ സെൻസറി എക്സ്പീരിയൻസിനകത്ത് നമ്മൾ കെമിക്കൽസിനെ ചേഞ്ച് ചെയ്ത് ഫ്രീക്വൻസി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഈ ഭക്തി എന്നുള്ള കെമിക്കൽ കൊണ്ടുവരുന്നതാണ് ക്ഷേത്രത്തിൽ. ഈ ദേവത അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ഇപ്പം എനിക്ക് ആദ്യമില്ലെന്നുള്ള എല്ലാവരുടെ വിഷമം. പക്ഷെ സങ്കല്പത്തിലായാലും ഇങ്ങനൊരു സംഭവം നമ്മൾ ഇമോഷണലി ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ യഥാർത്ഥത്തിൽ ഈ സങ്കല്പലോകത്താണ് ജീവിക്കുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള എനർജി കിട്ടുമ്പോൾ നമ്മുടെ പ്രശ്നം കഴിയുമോ? സത്യത്തിൽ വേറെ വിഷമിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം എന്താ? ഈ മനസ്സെന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള ഒരു സാധനത്തിനകത്തുള്ള കഥാപാത്രങ്ങളിൽ പലരും എന്നോട് മോശമായിട്ട് പെരുമാറുന്നു. സത്യത്തിൽ ഒരു സങ്കല്പമാണ്. എൻ്റെ വൈഫിന്റെ കാര്യം ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞില്ലേ? എക്സാമ്പിളായിട്ട് ഇതുപോലെ നമ്മുടെ കരച്ചിലും ചിരിയും വിഷമവും ഡിപ്രഷനും ആത്മഹത്യ ഇതിൻ്റെയൊക്കെ കാരണം ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യത്തിലുള്ള ബിംബങ്ങളുടെ ചേഞ്ചസ് ആണ് അല്ലേ? ആ പെർസെപ്ഷൻ ചേഞ്ച് ആണ്. എങ്കിൽ പിന്നെ സങ്കല്പത്തില് കുറച്ച് നല്ലൊരു സംഭവം ഉണ്ടാക്കി അതിനെ നമ്മൾ അതിലൂടെ എനർജി വിട്ട് അതിനെ ആക്റ്റീവ് ആക്കി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിക്കൂടെ? തീർച്ചയായും. അത് മാത്രം, അതൊക്കെ സങ്കല്പം, ഇതൊക്കെ സത്യം. ഇതാണ് മനുഷ്യൻ വിചാരിക്കുന്ന ഏറ്റവും വലിയ മണ്ഡലം. നമ്മൾ ഈ സങ്കല്പ ലോകത്തിലേക്ക് വന്ന് അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ ജീവിക്കുന്ന സമയത്തോ
ശരിക്കും നമ്മളൊരു ലാപ്ടോപ്പിൽ ഒരു നല്ല മനോഹരമായ ഒരു കിളിയുടെ പിക്ചറുണ്ട്, തത്തയുടെ അല്ലെങ്കിൽ ഫോറിൻ ആഫ്രിക്കൻ ബേർഡിന്റെ ഒരു പിക്ചറുണ്ട്, മഞ്ഞയും നല്ല രസമാണ് കാണാൻ. ഇപ്പുറത്തെ ഒരു കുരുവി വന്നിരിക്കുകയാണ്, നമ്മൾ ഏതാ നോക്കത്തുള്ളൂ, ഈ ആഫ്രിക്കൻ ബേർഡിന്റെ പിക്ചറാണ് നോക്കുന്നത്. അതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ ലാപ്ടോപ്പിനകത്തൊരു കുരുവി ഉണ്ടോ? അതിന്റെ വർണ്ണവിഷ്ട വിന്യാസങ്ങൾ കൊണ്ട് LED ലൈറ്റിന്റെ ഇതുകൊണ്ട് നമുക്ക് കുരുവി ഉള്ളതായിട്ട് മൈൻഡ് വിഷ്വലൈസ് ചെയ്യല്ലേ. ഇവിടെ റിയൽ ആയിട്ടൊരു കുരുവി ഇരിക്കല്ലേ, റിയൽ ആയിട്ടുള്ള സെൻസറി എക്സ്പീരിയൻസിന്റെ എനർജി കയറുന്നേ. ഇത് എനർജി കൺസപ്ഷൻ ആണ് നടക്കുന്നത്. നമ്മള് മ്യൂസിക് പഴയ ഡെസ്ക്ടോപ്പിൽ മ്യൂസിക് ഇട്ടിരിക്കുകയാണ്, കറണ്ട് പോയി കഴിഞ്ഞാൽ UPS കീ അടിച്ചോണ്ടിരിക്കും. കാരണം ഈ വിഷ്വലി കാണിക്കാൻ വേണ്ടി നല്ല കറണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ മോണിറ്റർ ഓഫ് ചെയ്താൽ കുറേ നമ്മുടെ പാട്ട് കേൾക്കുന്നത് അല്ലേ. ഇപ്പൊ വിഷ്വല് കാണുന്നത് വലിയ എനർജി അല്ലേ. സിനിമ തിയേറ്ററിൽ എത്ര പവറുള്ള ലൈറ്റ് അടിച്ചിട്ട് എത്രയും വലിയ വിഷ്വല് കാണും, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ബ്രെയിനകത്ത് ഒരു വിഷ്വല് കാണിക്കാൻ വേണ്ടി നല്ല എനർജി പോകുന്നില്ലേ, പാടായി പോകുന്നില്ലേ? അതാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇമേജസ് ആണ് ചിന്ത എന്ന് പറയുന്നത്. ഇപ്പോൾ ലാംഗ്വേജ് കൊണ്ട് പ്രോസസ് ചെയ്യുന്ന ഇമേജസ് ആയിട്ടാണ് ബ്രെയിൻ്റെ ലാംഗ്വേജ്. അപ്പൊ ഈ ബ്രെയിനിൽ ഇങ്ങനെ ഭയങ്കര രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ മുടി നരയ്ക്കും എലിയും കാര്യം എനർജി മൊത്തം ചിന്ത കൊണ്ടുപോകാം. 24 hours ചിന്തയാണ്. എന്തോ ചിന്തിക്കുന്ന ആ ഭാവിയാണ്. എന്നാ ഭാവി ഒന്ന് ചിന്തിച്ചു, ചിന്തിച്ച് ഭാവി അത് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ஆனால் ചിന്തിച്ചു. ഇപ്പൊ ഇവിടെ നിന്ന് ചിന്തിച്ചു ഭാവിയിൽ എങ്ങനെ പോയി കുട്ടികളൊക്കെ കല്യാണം വെച്ചു. പിന്നെന്തോ അത് വരുമ്പല്ലേ അറിയുന്നത്, ഇപ്പം അറിയത്തില്ല. കഴിഞ്ഞു. നിങ്ങൾ ഒരുപാട് ചിന്തിക്കാറുണ്ടെന്നില്ല, 24 hours ചിന്തിച്ചോണ്ടിരിക്കാറ്. അതെന്തോ എനർജി മുഴുവൻ പാടായിരുന്നു. അപ്പൊ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. അതെങ്ങനെ ചിന്തകൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? 24 hours ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമേജസിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? ഫ്രീക്വൻസി ഷിഫ്റ്റിലൂടെ. ഈ ഫ്രീക്വൻസി നിൽക്കുവാണെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മരുന്നെടുത്താലും കുറച്ച് നേരത്തേക്കൊന്ന് ബാലൻസ് ഷിഫ്റ്റ് ചെയ്യും ഫ്രീക്വൻസി. മരുന്നിൻ്റെ എഫക്റ്റ് വീണ്ടും ഉണ്ടാവണം. കാരണം അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പരിഹാരമാണ്. ഇന്റേണലി ആണ് മാറിയിരിക്കുന്നത്. ഫ്രീക്വൻസി ഡൗണാക്കി നിർത്തുന്ന ആർക്കിടെക്ചർ, നെഗറ്റീവ് കെമിക്കൽസ് കണ്ടൻസ് ഷൂട്ട് ചെയ്യുന്ന ലെവലിലിരിക്കുന്ന ആർക്കിടെക്ചർ, അതിനെ എടുത്ത് കളയാം. അതാണ് കാണാപ്പെടാത്ത ആർക്കിടെക്ചറിനെ പറഞ്ഞത്. ബോഡിയിൽ വന്ന് സംസാരിക്കുന്നു പറഞ്ഞത്. ഇതെല്ലാം കൊണ്ട് ഇതില്ലാത്ത ആരില്ല. ചിലർ നമ്മൾ എടുക്കുമ്പോൾ വലിയ വരുന്നൊന്നുമില്ല, എല്ലാവരും വലിയ വന്നൊന്നും ഇല്ലതാണ്. പക്ഷെ ഇതാണ് വേറെ നിയന്ത്രിക്കുന്നത്. നല്ലതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല ആർക്കിടെക്റ്റുള്ള സംശയിക്കണമെങ്കിൽ നല്ല സെൻസറി എക്സ്പീരിയൻസ് വേണം. അതിനാണ് അമ്പലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. തന്ത്രത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് 5 സെൻസിന് സ്റ്റിമുലേറ്റ് ചെയ്യും. ചിത്രങ്ങൾ, കളങ്ങൾ, അതൊക്കെ 5 സെൻസിന് ഉപയോഗിക്കുന്നു. ഈ കളർ കാണുമ്പോൾ ചിലർ അലങ്ങ് വിളിക്കും. എന്തോ കാര്യം നടത്തില്ല, എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായി, അതൊക്കെ നമുക്കറിയാം. മനസ്സിലായി? അവരുടെ ലാംഗ്വേജാണ് അത്. സൂക്ഷ്മശക്തികളുടെ ലാംഗ്വേജാണ് ഈ കളറും ഈ സെൻസറി ലാംഗ്വേജ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഹയർ ആർക്കിടൈപ്പ് ഉള്ളപ്പോൾ ലോവർ ആർക്കിടൈപ്പ് പേടിച്ച് മാറിക്കൊണ്ടൊക്കെ കാണാം. ചില സാധനമൊക്കെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പേടിച്ച് അല്ലെങ്കിൽ വിളിച്ച് ഇറങ്ങി പോകുന്നു. അപ്പം നമ്മൾ ഈ ഉപാസിക്കുന്ന ആ ദേവത ഉള്ളതുകൊണ്ടാണ്. അപ്പം ആ ദേവത എന്ന് പറയുന്നത് ഒരു ഹയർ ആർക്കിടൈപ്പാണ്. അതിൻ്റെ സാന്നിധ്യത്തിൽ ഇതിന് എന്തോ ഭയങ്കര അസ്വസ്ഥതയും ഭയമൊക്കെ ഉണ്ടാവും. എന്തോ വലിയ അപകടം വരുന്നതിന് മനസ്സിലാവും. അത് മാറിപ്പോകും. ഈ ഹയർ ആർക്കിടൈപ്പ് ഇല്ലാതെ ഇത് പോത്തുമില്ല. പ്രധാനമന്ത്രിയൊക്കെ തലകീഴായിട്ട് മേളിൽ മനുഷ്യൻ്റെ മേലെ കയറി ആണിയിടിച്ച് ഒഴിഞ്ഞു പോകുന്നില്ലേ? സ്കിസോഫ്രീനിയൊക്കെ മാറാതെ വർഷങ്ങളായിട്ട് നിന്നൊക്കെ അവിടെ പോയി മാറുന്നു. എന്താ കാര്യം? ഇതാണ് ഇത്. എല്ലാ രാജ്യത്തും ഉണ്ട്, പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. മൂടു എന്നൊക്കെ പറയുന്ന രീതിയിൽ നെഗറ്റീവായിട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട് ആഫ്രിക്കയിലൊക്കെ. അപ്പം ശരിക്കും ഈ ആർക്കിടൈപ്പിന് ട്രാൻസ്ഫറബിളാണ്. ഈ ആർക്കിടൈപ്പിന് സെൻഡ് ചെയ്യാം, പല കാര്യങ്ങൾ ചെയ്യിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് കാണിച്ചത് നേരത്തെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ആർക്കിടെക്ട്സ് ആയിട്ടുള്ള ഈ വൈബ്രേഷൻ ഫീൽഡുകളെ നമ്മൾ കിട്ടുന്ന അനുസരിച്ച് നമ്മളുടെ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള ഡെസ്റ്റിനി ഡിസൈൻ ചെയ്യുന്നത്. മെമ്മറിയിൽ ഡേറ്റ എടുക്കുന്നത്, ബിഹേവിയർ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഈ ആർക്കിടെക്ചർ എന്ന് ഒരാളുടെ ഉള്ളിൽ നിന്നിട്ട് പ്രോസസ് ചെയ്തിട്ട് അയാളെ കൊണ്ട് ഞാൻ നിങ്ങളെ ചെയ്ത് വിളിക്കും. അത് നേരെ മറ്റേ ആളുടെ ഉള്ളിൽ മൈൻഡിലോട്ട് കയറിയിട്ട്
അയാൾ കൂടി കൂടി ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമ്മൾ നമ്മൾ ഈ ബാധ എന്നൊക്കെ പറയുമ്പോഴേ അത് എന്താ, ഞാനത് വേർഡുകൾ പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യല്ല. ഇതൊരു അത് കുറെ അന്ധവിശ്വാസമുണ്ട്. ഈ അന്ധവിശ്വാസം പ്രേതം എന്നൊക്കെ പറയുമ്പോൾ അത് കുറെ അന്ധവിശ്വാസമുണ്ട്. അത് ഈ ഇംഗ്ലീഷ് സിനിമയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ പ്രേതം സാരി എടുത്തിട്ട് ചോര കുടിക്കുന്ന പ്രേതം ഇവിടെയൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ മറ്റേ മോഡേൺ ഡ്രസ്സിട്ട പ്രേതങ്ങളാണ്, ഫ്രോക്കൊക്കെ ഇട്ടിട്ടാണ് അവർ വന്ന് ചോര കുടിക്കുന്നു ഇങ്ങനെയൊക്കെ പറയും. ഒരുപാട് അങ്ങനെയൊന്നുമില്ല. നമ്മളിത് പറയുമ്പോൾ മനുഷ്യൻ എളുപ്പം അതാണ് ട്രിഗർ ചെയ്യുന്നത്. അവർ ആ ആർക്കിടൈപ്പാണ് ട്രിഗർ ചെയ്യുന്നത്. മനസ്സിലാവുന്നു. അപ്പം നമ്മൾ ഈ പറയുന്നതിന് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. ഇതൊക്കെ ഉള്ളത് തന്നെ. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നം ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും അനുഭവമുണ്ട്. ഈ സാധനങ്ങൾ അവരെ മാറുകാറുണ്ട്. സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ രീതി പോസിറ്റീവ് ആണെന്ന് അവർ ചില നല്ല ഗെയിമൊക്കെ കളിക്കും സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ ചില പോസിറ്റിവിറ്റി എവിടെന്നെങ്കിലുമൊക്കെ അവർ അക്യുമുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ പണി നിർത്തും. കുറച്ചാൾ കഴിയുമ്പോൾ ആൾക്കാർ ഫീൽഡ് മാറുന്നതായിട്ട് കാണും. സൂയിസൈഡ് ഇതൊക്കെ ഈ സാധനം പലരും എന്തൊക്കെ വന്ന് ദീക്ഷ എടുത്തിട്ട് താന്ത്രികമായിട്ടല്ല, സൈക്കാട്രിസ്റ്റ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ആൾക്കാർ വന്നിട്ട് അവരുടെ പ്രശ്നം പറയുമ്പോൾ പോകുമ്പോൾ ഇവർക്ക് ആ പ്രശ്നം തുടങ്ങും. അതെങ്ങനെ മനസ്സിലാവും? അപ്പൊ നമ്മൾ എന്തെങ്കിലും പോസിറ്റീവ് എനർജി അക്യുമുലേറ്റ് ചെയ്തല്ലേ പറ്റും. പ്രൊട്ടക്ഷൻ അത്രേ ഉള്ളൂ. അപ്പൊ എനർജി ലെവലിൽ വരുമ്പോൾ മനസ്സിലാവുന്നു, പണി കിട്ടുമ്പോഴേ മനസ്സിലാവുന്നു. വിശ്വസിക്കുന്നില്ല. എനിക്കിതുപോലെ ഒരു അങ്കിൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. റിട്ടയർഡ് ആയിട്ടൊരു ആർമി അങ്കിളാണ്. അദ്ദേഹത്തിന് വലത്തെ കൈയും വലത്തെ കാലും വേദനയും പാർക്കിൻസൺസ് ആണ്. പക്ഷെ ഇദ്ദേഹത്തിന് എന്തോ ഒരു ഭയങ്കര എനർജി ഡിഫറൻസ് ആണ് പുള്ളിക്ക്. പുള്ളി തെറാപ്പി കഴിഞ്ഞ് പോയപ്പോൾ മുതൽ എനിക്ക് അതേ ഭാഗം വേദനയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ ഒരു ചേച്ചി വന്നു, ഭയങ്കര ക്രോണിക് ആൻസൈറ്റി ഡിസോർഡർ ആണ്. ഇവർ ഈ വെപ്രാളം, ഇവർ വന്ന് ഇവർ തെറാപ്പി 1 വീക്ക് കഴിയുമ്പോൾ എനിക്ക് ഈ വെപ്രാളം അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് ഇനീഷ്യൽ സ്റ്റേജസിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓരോ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള മെഡിറ്റേഷൻ ഇതൊക്കെ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, താങ്കളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കിത് ആദ്യം തന്നെ മനസ്സിലാവും. അപ്പം നമ്മൾ ആയിരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൂടെ ചിലപ്പോൾ എനർജി ഇങ്ങോട്ട് കിടക്കും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യം ഈ ദേവതയുടെ ഒരു കണക്ഷനിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ ആ കണക്ഷൻ പോയോ അതായത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഇല്ലെങ്കിൽ ഇതിങ്ങനെ വന്ന് ഷോൾഡർ പെയിൻ ആണ് ആദ്യം, പിന്നെ ഈ 2 ഷോൾഡറും പിടിക്കും, പിന്നെ ഷോൾഡർ പിടിച്ചു വെച്ചേക്കുന്നുണ്ടായിരിക്കും, പിന്നെ നെഞ്ചിനകത്ത് ഹെവിനെസ് വരാനുള്ളത്. ഇത് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരാളോട് പറയാൻ ഡോക്ടർമാരെ കണ്ടു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ അങ്ങനെ പോയി 10 വർഷമാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലർക്ക് കൈ കരിപ്പാണ്. ഓട്ടോമിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലൊരു സാധനമാണ് ഓട്ടോമിയൽ ഡിസീസ്. സയൻസ് പറയുമ്പോൾ അത് നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും. ഇത് പുറമേ നിന്ന് കാണുന്ന പിക്ചറാണ്. ഉള്ളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇരിക്കുമോ, ഇയാൾ ഇരിക്കുന്ന പേഴ്സണാലിറ്റീസ് ഇരിക്കും, ഇയാളെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കും. ശത്രുക്കളുടെ പുറത്തല്ല, അകത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇത്ര നാളായിട്ട് കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുക, ഇത് ഈശ്വരാധീനമൊന്നും നടക്കുന്നില്ല. ഞാൻ 3 പ്രാവശ്യം വണ്ടിയിൽ നിർത്തിയിട്ടു, 1 പ്രാവശ്യം ഗ്യാസ് കൊണ്ട് തെറിപ്പിച്ച് കൊല്ലാൻ നോക്കി, ഇങ്ങനൊക്കെ പറയും. അതിന് വല്ല മരിക്കുന്നുണ്ട്, തെറ്റിക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം ഉള്ളതാണ്. ഇതൊക്കെ ബോഡിയിൽ വന്നിങ്ങനെ സംസാരിക്കും മിക്കവാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇത് തോന്നലായിക്കോട്ടെ എന്ന് വിചാരിക്കാം. തോന്നലുണ്ടല്ലോ, ആ തോന്നൽ മാറണ്ടേ, നല്ലൊരു പ്രശ്നം മാറും. ഇതൊന്നും ഇല്ലാന്നല്ലോ, ഇതൊന്നും ഇല്ല, ശരി സമ്മതിച്ചു. പക്ഷെ ആ തോന്നലുകളുണ്ടല്ലോ, ആ തോന്നലുകൊണ്ടല്ലോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. വണ്ടിയിൽ 3 പ്രാവശ്യം വീണല്ലോ. അപ്പോൾ ആ തോന്നൽ മാറണ്ടേ? ശരിയാ, ജീവനം തന്നെ തോന്നല്ലോ, ലൈഫ് തന്നെ വലിയ തോന്നലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ മൈൻഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ പൂച്ച പ്രപഞ്ചമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒറ്റയടിക്ക് പറ്റത്തില്ല. അതിന് ഈ നെഗറ്റീവ് ആർക്കിടൈപ്പുകളല്ല ആദ്യം പോസിറ്റീവ് ആർക്കിടൈപ്പിലൂടെ എനർജി ഒഴുകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. എനർജി കോമൺ, അതിലൂടെ ഇതിലൂടെ ഒഴുകും, ന്യൂട്രലാണ്. നെഗറ്റീവ് ആർക്കിടൈപ്പിലേക്കാണ് അവസ്ഥയിൽ നിന്ന് കുറച്ച് പോസിറ്റീവ് ആർക്കിടൈപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ദേവത അല്ലെ. എങ്ങനെയില്ല, ചിലർ ഡ്രീം കൊണ്ടാണ് അത് ജീവിക്കുന്നത്, ഭയങ്കര ഡ്രീമുള്ളതാണ്. അവർ പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസ് ചെയ്യും ഡ്രീം. എന്നിട്ട് ഡ്രീം വിഷ്വലൈസ് ചെയ്തിട്ട്
അതൊരു ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യാം, ഒരു ദേവതയായിട്ട് വർക്ക് ചെയ്യാം. അവരെന്താ ആ ലെവലിൽ അല്ലേ? സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ടോണ്ടാണ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ ആർക്കിടെക്റ്റായിട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ആവേശം സച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അത് തന്നെയാണ് സംഭവം. തന്ത്രത്തിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആണെന്നുള്ളൂ. എന്ത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന സംഭവത്തിനായിരിക്കും. മറ്റേത് ക്രിക്കറ്റ് കളി മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ഇത് എന്തിനും പറ്റുന്ന സംഭവങ്ങളാണ് വെക്കുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ വർക്ക് ചെയ്യും. മാസ്റ്റീവായിട്ടുള്ള എനർജി പ്രപഞ്ചത്തിൽ നമ്മളിലോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ പവർ അനുസരിച്ചിരിക്കും. നമ്മൾ എടുക്കുന്ന ആർക്കിടെക്റ്റ് എത്ര പവർഫുള്ളാണ്. അതാണ് ശ്രീവിദ്യയുടെ ഒക്കെ പ്രധാനം. ശ്രീവിദ്യ പദ്ധതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഇമ്പോർട്ടൻസ്. അത് പല രോഗികളായിട്ടുള്ളവർക്ക് ശ്രീവിദ്യയുടെ ദീക്ഷ കൊടുത്തിരുന്നു. ഇതൊരു വലിയ ആർക്കിടെക്റ്റാണ്, ഏറ്റവും വലിയ പവർ വിഷ്വലൈസേഷനാണ്. അതിനകത്തെ മന്ത്രങ്ങളൊക്കെ എല്ലാം ഹൈ പോസിറ്റീവാണ്. സമ്പത്ത് വരും, ഐശ്വര്യം വരും, സർവാശ പരിപൂരക ചക്രം, ആശകളെല്ലാം പൂരിപ്പിക്കുന്ന ചക്രം, സർവ്വസൗഭാഗ്യദായക, എല്ലാം ലക്ക് വരുന്ന ചക്രം. ഇങ്ങനെ കുറേ ചക്രങ്ങളാണ് ശ്രീചക്രത്തിലുള്ള. സർവ്വസിദ്ധി ഉള്ള ചക്രം, സിദ്ധി കിട്ടുന്നു. സർവ്വരോഗകരം, രോഗം മാറുന്ന ചക്രം, സർവ്വാനന്ദമായി, ഏറ്റവും അറ്റൻസ് കിട്ടുന്ന ചക്രം. ഇങ്ങനെ അങ്ങനെയുള്ള പദ്ധതികളിലൂടെ നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവരുടെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ വേറെ ലെവലാണ്. ആ ലെവലിലുള്ള ഒരു ആർക്കിടെക്ചർ സപ്പോർട്ട്, അങ്ങനെയുള്ള വൈബ്രേഷൻ ഫീൽഡിൽ സപ്പോർട്ട് വരുന്നു. ചെറിയ ചെറിയ നെഗറ്റീവ് ഉണ്ടാക്കാനായിട്ട് മറ്റേ വലിയ നെഗറ്റീവൊക്കെ ചെറുതായിട്ട് കാണും. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമായിട്ട് കുട്ടിക്കാലത്ത് നമ്മൾ പറയാറില്ല. പിന്നീട് വലിയ പ്രശ്നം അനുഭവിക്കുമ്പോൾ അതൊക്കെ വളരെ ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വലിയ പ്രശ്നമായിരിക്കും. പക്ഷേ ഈ വലിയ പോസിറ്റീവായിട്ടുള്ള നല്ല ദേവതകൾ നമ്മളിലേക്ക് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ വളരെ നിസ്സാര പ്രശ്നങ്ങളായിട്ട് മാറും. കാരണം ഇത് വലിയ പോസിറ്റീവ് എന്തെങ്കിലും മറ്റൊന്നും നമ്മൾ ബാധിക്കണം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ അതാണ് ഈ തന്ത്രത്തിലൂടെ സംഭവിക്കുന്നത്. അതിനോട് ചോദിച്ചു ഹാലൂസിനേഷൻസ് സൃഷ്ടിക്കുന്ന വൈബ്രേഷൻ ഫീൽഡുകളുണ്ട്. കണ്ടിന്യൂസ് ഹാലൂസിനേഷൻ സൃഷ്ടിക്കുന്ന ഇത് തന്ത്രത്തിലൂടെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഹാലൂസിനേഷൻ സൃഷ്ടിക്കുന്ന ഡയറ്റീഷ്യൻ, ആർക്കിടെക്ചർ, ഇത് നിങ്ങൾ പല രീതിയിലുള്ള വിഷ്വൽസ് കാണിക്കും. നമ്മളിപ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിഷ്വൽ വരുന്നില്ലേ? ഞാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് ഞാനിപ്പം താജ്മഹലിനെ കുറിച്ച് പറയും, അവിടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പം നിങ്ങളൊരു വിഷ്വലൈസ് ഇപ്പോൾ ഒരു വിഷ്വൽ വന്നില്ലേ മറൈൻ ഡ്രൈവിൻ്റെ, ഇതുപോലെ അകത്തിരുന്നിട്ട് പല വിഷ്വലുകൾ അകത്തിരുന്ന് കാണിക്കുന്ന അവസ്ഥയാണ് ബാധകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ഫീൽഡുകൾ. ഈ ആർക്കിടെക്ചർ ഉള്ളിൽ ഇരുന്നിട്ട് പല വിഷ്വൽസ് ചെയ്യുന്ന വിഷ്വലൈസ് ചെയ്യും. അതിൻ്റെ സ്പീഡ് കൂടുമ്പോഴാണ് സ്കിസോഫ്രീനിയാവും. നമ്മൾ ഒരു മിനിറ്റ് 2 എണ്ണം 5 എണ്ണം ചിന്തിക്കുമെങ്കിൽ അത് 50 എണ്ണം ചിന്തിപ്പിക്കും. അപ്പം ഭയങ്കര ഒന്നും പറ്റത്തില്ല. കുണ്ടലിനി പ്രോബ്ലംസ് ആണ് പലതും 100% ബൈപ്പോളർ ഡിസോർഡർ ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യും. കാരണം ഈ എനർജി, ലൈഫ് എനർജി ഹയർ ആക്ടിവേഷനിലേക്ക് വരുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണം പറ്റത്തില്ല. എക്സസ് എനർജി എന്തെങ്കിലും ചെയ്യണം, അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഈ കുണ്ടലിനി ബാലൻസ് ചെയ്യുമ്പോൾ ശാശ്വത പരിഹാരം കിട്ടും. മരുന്ന് എടുത്തോണ്ടല്ല, മസ്റ്റായിട്ട് മരുന്ന് എടുക്കണം. എടുത്തോണ്ട് കുണ്ടലിനി ബാലൻസ് ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് അതിനെ കാം ഡൗൺ ചെയ്ത്, അതിനായിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, അത് ചെയ്ത് കാം ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ മരുന്ന് കുറച്ച് കൊടുക്കും. എന്നിട്ട് അങ്ങനെ നിർത്താം. അത് ഉറപ്പ് വരുത്തിയിട്ട് പലരും ഈ ഇതൊന്നും ഇല്ലാതെ മരുന്ന് ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ മരുന്ന് നിർത്തുമ്പോൾ വലിയ ഇരട്ടി പ്രശ്നമായിട്ട് പിന്നിട്ട് അങ്ങനെ ചെയ്യാനും പാടില്ല. കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് പോയാൽ ഈ മെഡിറ്റേഷൻസ് അപ്ലൈ ചെയ്ത് കൃത്യമായിട്ട് മെഡിറ്റേഷൻസ് അപ്ലൈ ചെയ്ത് റെഡിയായിട്ട് നമ്മളിപ്പോൾ ഒരു ഡേറ്റ് ഏതെങ്കിലും ഒരു ദൈവം, ഇപ്പോൾ കൃഷ്ണനോ ജീസസോ, അവർക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ടാവും, നമ്മൾ കൊടുക്കുന്ന പവേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്താണ് പവേഴ്സ് കൊടുക്കുന്നത് ആ പവേഴ്സ് ആയിരിക്കും അതിലൂടെ ആക്ടിവേറ്റ് ആയി വരിക. നമ്മൾ ഇന്ന് ലിഫ്റ്റ് വേണം. നമ്മൾ ലിഫ്റ്റ് ഒരു 5ാമത്തെ നിലയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് 5 എത്തുമ്പോൾ തുറക്കും. അപ്പോൾ അവിടെയുള്ള ആളുകളാണ് കയറുന്നത്.
അവിടെ കുറേ ധ്യാനവും മെഡിറ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല ചന്ദനത്തിൻ്റെ മണമുണ്ട്. ചന്ദനത്തിൻ്റെ ഈ മണം ഉൾപ്പെടെ ആളകത്തോട്ട് കയറി നമുക്ക് ഒരു മണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ലിഫ്റ്റിൽ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അടുത്ത ഇതിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അവിടെ ചെന്ന് അവിടെ ഡാൻസ് പാർട്ടിയും മന്തിയും ഒക്കെ ആണെങ്കിൽ ഈ കള്ളിൻ്റെ മണമായിരിക്കും. മനസ്സിലാവുന്നു? അങ്ങനെയുള്ള ആളുകളാണ് അങ്ങോട്ട് കയറുന്നത്. അപ്പൊ ശരിക്കും ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഗുണം കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് സമയം. നമ്മൾ ക്രിയേറ്റ് ചെയ്യാല്ലോ. നമ്മളാ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് നമ്മുടെ ബ്രെയിനെ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ അവളുള്ള റിയലായിട്ടുള്ള വൈബ്രേഷണൽ ഫീൽഡുകൾ എൻ്റർ ചെയ്യുകയോ ചെയ്യും. അതിന് സ്വന്തമായിട്ട് ബുദ്ധിയും വിവരമുണ്ട്. ഈ ചില സാധനം നെഗറ്റീവ് സാധനമൊക്കെ പോകുന്നത് ഞാൻ നോക്കിയിട്ട് പറ്റാതെ ഞാൻ വിടും. ഞാനൊന്നും നോക്കിയിട്ട് പറ്റാതെ ഞാൻ വിടും. പിന്നെ ഈ ദേവതയാണത് മാറ്റുന്നത്. അത് ഓരോന്നും ഓരോ രീതിയിലാണ് മാറ്റുന്നത്. നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നെഗറ്റീവ് എനർജി ഒരാളുടെ മാറ്റി അതുപോലെ തന്നെ അടുത്ത മാറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് അറിഞ്ഞുകൂടാണ്. നമ്മൾ അന്നേരം വരുന്നോട്ട് ബിഹേവ് ചെയ്യാണ്. പക്ഷെ അന്നേരം ചെയ്യുന്നത് മുഴുവൻ ഈ ഡേറ്റിക്ക് നമ്മളെക്കാൾ വിവരമുണ്ട്. അതാണ് അത് ചെയ്യുന്നത്. നമ്മൾ വിട്ടു, നമുക്കറിയത്തില്ല. അപ്പൊ അന്ന് വരെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നു. അത് മാറുകയും ചെയ്യും. മനസ്സിലാവുന്നു? അത് നമ്മുടെ ലേണിങ്ങിലുള്ള അല്ല. നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിനുള്ള അറിവില്ല. ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ വരാറില്ല. നിങ്ങൾ പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനൊക്കെ പറയുന്നു, ഞാനൊരു സ്ട്രൈക്കർ സംഭവം തോന്നുന്നു. ഞാനുള്ളത് നമ്മുടെ ഏതോ ഒരു ഡേറ്റി ആ ഫ്രീക്വൻസി നമ്മൾ എത്തുമ്പോൾ നമ്മളിലേക്ക് പ്രോസസ് ചെയ്തിട്ട് അതിന് വേറെ നോളജാണ്. അത് നമ്മുടെ ഒരു നോളജ് ഇല്ല. നമ്മുടെ ഉള്ളിലുള്ള ആർക്കിടെക്റ്റുകളുടെ നോളജാണ് നമ്മുടെ നോളജ്. അത് വിവരം കെട്ടതാണെങ്കിൽ ആ രീതിയിൽ ബിഹേവ് ചെയ്യും. അങ്ങനെയുള്ള നോളജായിരിക്കും നമുക്ക് ഉണ്ടാവുക. അല്ല ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് അടുക്കി പെറുക്കി വെച്ചേക്കുന്ന ഫയലുകൾ എൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. ഞാനൊരു ബോധം എനിക്കുണ്ട്, കോൺഷ്യസ്നെസ്. അതിനെ ശിവൻ എന്ന് വിളിക്കുന്നു. ബാക്കി എനർജി എല്ലാം ശക്തിയാണ്, ശക്തി പ്രപഞ്ചമാണ്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ചുള്ള ഈ നോളജുള്ള പ്രോഗ്രാംസ് നമ്മളിലേക്ക് വന്ന് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ നോളജ്. അതാണ് ഈ വെളിപാടുകൾ എന്നൊക്കെ പറയുന്നത്. പറയാൻ കാരണം അത് നേരത്തെ ഇല്ല, ആ സമയത്ത് വരുന്നതാണ്, ആ സാഹചര്യത്തിൽ വരുന്നതാണ്. അത് ആ വരുന്ന ഡയറ്റിയുടെ നോളജ് പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ഹയർ ഡയറ്റീസ് നമ്മളിലേക്ക് വരാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ആണ് തന്ത്രത്തിലുള്ള ധ്യാനങ്ങളെല്ലാം. ധ്യാനങ്ങളെല്ലാം ആ താന്ത്രിക ധ്യാന പദ്ധതികളെല്ലാം ഹയർ ഡയറ്റീസ് നമ്മളിലേക്ക് വരാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി 100 കൂർ വരണം. നമ്മളൊന്നും അറിയണ്ട, ഒരു ടെൻഷനും അടിക്കണ്ട. ഈ കാര്യം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് പോകും. പക്ഷെ നമ്മൾ കളയണ്ടേ? നമ്മളൊരു സാധനം നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കല്ലേ സങ്കല്പത്തിൽ. അതിനുള്ളപ്പോൾ ഒരു ഡേറ്റിക്ക് കയറാൻ പറ്റുമോ? നമ്മൾ അറിഞ്ഞിരിക്കുകയല്ല. നമ്മളിലേക്ക് ഒരു ദേവതയ്ക്ക് പ്രോസസ് ചെയ്യാം. സമർപ്പണം വേണമെന്നൊക്കെ പറയുന്ന കാര്യമാണ്. നമ്മളിലേക്ക് ഒരു ദേവതയ്ക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളില്ലാതാണ്. പൂച്ച ചെയ്യുന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നു, ശ്രീധരൻ പോലും ചെയ്യുന്നു എന്നുള്ള അവസ്ഥ ഉള്ളപ്പോൾ എന്നിലേക്ക് ഒരു ദേവതയ്ക്ക് വരാൻ പറ്റില്ല. ഞാനിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുകയല്ലേ എൻ്റെ ഉള്ളിൽ നടന്നു. ഞാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മിടുക്കനാന്ന് തോന്നുന്നു, ഞാൻ മണ്ടനാന്ന് തോന്നുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ ഞാൻ ഒരു ഭാഗ്യദോഷിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മൾ സാധനം അവിടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ദേവതയ്ക്ക് വരാൻ പറ്റില്ല, ചീത്ത ദേവതയ്ക്ക് ഇഷ്ടംപോലെ വരാൻ പറ്റും. അതാണ് ഈ പറയുന്നത്. ആളുടെ ഇതാണുള്ളത്. ആ ചീത്ത ദേവതകൾ ഉള്ളത് അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത് നമ്മളുടെ ഒരു സാധനമായിട്ട് നമ്മൾ വെച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ഇതാണ് ആ പിടുത്തം ഒന്ന് വിടണം. ഇട്ടിട്ട് നമ്മൾ കൃത്യമായി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഹയർ ഫ്രീക്വൻസിയിലേക്ക് ബ്രെയിൻ എത്തുകയും അങ്ങനെയുള്ള ദേവത നമ്മളെ പ്രോസസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന സ്കില്ല് നമുക്കുണ്ട്. കളഞ്ഞിൽ വാള് വീടാൻ വെച്ച് ഭദ്രകാളിയെ ഉപാസിക്കുന്നു. 5 മിനിറ്റ് പൊക്കത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചാടും. ആ വാളവിടെ വെച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ മനുഷ്യർ നമുക്ക് പറ്റത്തില്ല. ഭാവിയൊക്കെ പ്രവചിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ദേഹത്തിന് എവിടെ തുള്ളി പറയാം, കൃത്യമായിട്ട് പറയും. പേര് സഹിതം സ്ഥലം സഹിതം അങ്ങനെ ആർക്കിടെക്റ്റിനാണ് ഉള്ളത്. സ്കില്ലുകളാണ് ആർക്കിടെക്ട്. ആ സ്കില്ലുകളെ നമ്മൾ ദേവതകളാണ് സ്കില്ല് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ആശാരി പഴയ രീതിയിൽ പണ്ടത്തെ അച്ഛൻ മകന് കൊടുക്കുന്ന ആ ദേവതയാണ് സ്കില്ല്. ആ ദേവതയാണ്. അപ്പൊ ആ സ്കില്ല് അയാൾക്കുണ്ടാവും. അതാണ് ഗുരുവിന്റെ സ്ഥാനം കൂടെ അല്ലെ. ഗുരുവിൽ നിന്ന് നമ്മൾ ഒരു ചാനലൈസ് ചെയ്യപ്പെടുകയാണ് ആ ഒരു ഫ്രീക്വൻസി അല്ലെ. തന്ത്രവും മന്ത്രവും തമ്മിലുള്ള
അക്ഷരങ്ങൾ മാത്രം. ആ അക്ഷരങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന വൈബ്രേഷനാണ് ഒരു ദേവത. ആ ദേവതയെ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. അതിന് തന്ത്രം എന്ന് പറയും. ലളിതാസനത്തെ പറയും മൂലമന്ത്ര മൂലകൂടത്രകളെന്നൊക്കെ. 3 കൂടങ്ങൾ ചേരുന്ന വാഗ്ഭാവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നൊക്കെ പറയും തന്ത്രത്തിൽ. അങ്ങനെ 3 കൂടങ്ങൾ ചേർന്നിട്ട് 3 അക്ഷരങ്ങൾ ബേസ് ചെയ്തുണ്ടാക്കുന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ സ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന രീതിയിൽ ഉച്ചരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ രീതിയിൽ പ്രാണൻ നമ്മുടെ ലൈഫ് ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ദേവത ഉണ്ടാവും. ആ ദേവതയുടെ ഫ്രീക്വൻസിയിലേക്ക് എത്തണം. അപ്പോൾ ആ ദേവത നമ്മളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ മന്ത്രം എന്ന് പറയുന്ന ഒരു ടൂളാണ്. ആ ദേവതയെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇവിടെ കുറേ റിസർച്ച് നടത്തുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ അടുത്തുള്ള കണ്ടൂർ മഹാദേവക്ഷേത്രം 5000 കൊല്ലം ഒതുക്കി പണിഞ്ഞിട്ട്. അതാലോചിക്കുക, 5000 കൊല്ലം ഒരാൾ വന്ന് ആൾക്കാർ വന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന സ്ഥാപനം നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും ആൾക്കാർ? അമ്പലത്തിൻ്റെ കാര്യം പറയാതെ ചോദിക്കാം. 5000 കൊല്ലം ആളുകൾ വന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് എല്ലാ മാസവും ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഏതെങ്കിലും സ്ഥാപനം നിലനിൽക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്താ പറയുക? ഇല്ലെന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവമല്ലേ? ഭയങ്കര സംഭവം ഉറപ്പായും. ഈജിപ്തിലെ പിരമിഡിലൊന്നും ആൾക്കാരില്ല. ഭയങ്കര സംഭവം. എന്നാ ഏതാ? അമ്പലം. സകല വരെ കൂടി നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മളതിനെ കാണുന്നില്ല. നമ്മളതിനൊരു സംഭവമായിട്ട് കാണുന്നില്ല. ആലോചിച്ച് നോക്കി, ലോകത്തിലെ ഏറ്റവും പഴയ 2 റിലീജിയനാണ് സതരവിഷ്ടമാണ് സനാതനം. മറ്റേതൊന്നുമില്ല. ഇത് മാത്രമേ ഒന്നും നിൽക്കുന്നു. അത് സയൻസായല്ലോ. അതിലൊരു പ്രത്യേക ഒരു പ്രവാചകൻ, പ്രത്യേകമായ ഒരു ദേവത അങ്ങനെയല്ല. അത് സയൻസാണ്. ഇത് തന്ത്രമാണ്. ഇത് സയൻസ് ടെക്നിക്സാണ്. ഇത് ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്താ പറയുക? അത് ആര് അപ്ലൈ ചെയ്താലും റിസൾട്ട് കിട്ടും അല്ലേ? അല്ലെങ്കിൽ അതിന് ടെക്നിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. സയൻസ് അതാണ്. സയൻസ് ടെക്നിക്കാണ്. അത് ആര് വണ്ടി ഓടിച്ച് ഫ്ലൈറ്റ് ഓടിച്ചാലും പറക്കത്തില്ല. അറിയിട്ട് പഠിക്കണം. ആ ടെക്നിക്ക് പഠിക്കണം എന്നുള്ളൂ ഓടിക്കുന്നത് അല്ലേ? അതുപോലെ ഇന്നത്തെ വേൾഡിന്റെ ടെക്നിക്സാണ് തന്ത്രം. തന്ത്രത്തിനോട് നിങ്ങൾ ഈശ്വരനെ കുറിച്ച് ചോദിച്ചാൽ തന്ത്രം ഈശ്വരനെ കുറിച്ച് ഒന്നും പറയത്തില്ല. നിങ്ങൾക്ക് കുറെ ടെക്നിക്ക് ഇത് അപ്ലൈ ചെയ്യണം. അത് ആര് അപ്ലൈ ചെയ്തോക്കിയാലും അത് വർക്കാവും. ഈ പറഞ്ഞൊക്കെ ആര് അപ്ലൈ ചെയ്താലും വർക്കാവും. അതാണ് അത് ടെക്നിക്കാണ്, സയൻസാണെന്ന് പറയുന്നത്. അത് ഇത്ര നിന്നത് അതുകൊണ്ട് ഇനി ഇത് നിൽക്കും. കാലാതീതമാണ്. കാര്യം സത്യമാണ്. ടെക്നിക്കാണ്, സത്യമാണ്. മന്ത്രം ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഉച്ചരിച്ചാൽ മാത്രമേ അതിനൊരു പവർ ഉണ്ടാവുക. അതൊരു മറ്റൊരു മനുഷ്യന് അത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റിയിരിക്കുന്നവർക്ക് അന്തരീക്ഷത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അവരുടെ നമ്മൾ ആ കോയിനൊക്കെ ഇത് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇപ്പം നമ്മൾ പർട്ടിക്കുലർ രീതിയിൽ ഇങ്ങനെ ജപിച്ചാൽ സിമ്പിളായിട്ട് തലവേദന കഴിക്കും, ആൻസൈറ്റി കൊടുക്കാൻ പറ്റും, സ്ട്രെസ് കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് ചുമ്മാ നമുക്ക് സെൻഡ് ചെയ്യണം. ജപിച്ചിട്ട് ആ വൈബ്രേഷൻ ഉണ്ടാക്കി സെൻഡ് ചെയ്യണം. വേർഡ്സിന് എനർജി ഉണ്ട്. നമ്മളാ വാക്കുകൾ ചിലപ്പോൾ വാക്ക് ഉച്ചരിക്കണം കൂടി ഉണ്ട്. ആദ്യമൊക്കെ വാക്ക് ഉറപ്പ് ഉച്ചരിച്ച് ആ താളം പിടികിട്ടി ആ ഉള്ളിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്ന വൈബ്രേഷൻ ഫീൽഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിയിൽ വൈഖരി ഇല്ലെങ്കിലും ഇങ്ങോട്ടുള്ള സൗണ്ട് ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് വൈബ്രേറ്റ് ചെയ്താണ് ഈ കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ. നെഗറ്റീവായിട്ട് അങ്ങനെ ചെയ്യും. നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ. നെഗറ്റീവായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എഫക്റ്റീവായിട്ട് ചെയ്യുന്നവരുണ്ട്. ഈ നെഗറ്റീവ് ചെയ്യാൻ എളുപ്പമോ? ഒരാളെ കിട്ടുന്ന അടി കൊടുക്കുക എളുപ്പമോ? പക്ഷെ അവനൊരു 10000 രൂപ കൊടുക്കുന്നുണ്ട്. ബുദ്ധിമുട്ടല്ലേ? അല്ലേ? ഒരാളെ ഹെൽപ്പ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് കൂടുതൽ. ഉപദ്രവിക്കാൻ എളുപ്പം. കാരണം നമ്മളെല്ലാം നെഗറ്റീവ് ആർക്കിടെക്ട്സ് നമ്മളെല്ലാം ഉണ്ട്. അവരുടെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവിനെ ഈസി ആയിട്ട് പ്രതികരിക്കാം. മന്ത്രം നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ വിശ്വാസം കൊണ്ട് തർക്കരിക്കുന്നു, ആഹാരം കൊടുക്കാനും പറ്റും, കുത്തിക്കൊല്ലാനും പറ്റും. മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചു അറിയാം പറ്റുന്നു. സ്ട്രോക്ക് വരുത്തി വീഴിക്കുന്നവരൊക്കെ എന്തും ചെയ്യാം. മാരണം, സ്തംഭനം, ഉച്ചാരണം, പശ്യം, മോഹനം, ഷഡ്കർമ്മങ്ങൾ പറയും. നമ്മളിതൊക്കെ അത് കർമ്മഫലമാണ്. ചെയ്തു കഴിഞ്ഞാൽ നല്ല നാളെ തിരിച്ചടിയുള്ളൂ. അതവർ നോക്കുന്നില്ല. മറ്റേ കൈകൊണ്ടടിക്കുന്നത് തന്നെയാണ്. ആ കൈകൊണ്ടടിക്കുന്നത് നോക്കുന്നില്ല. പിന്നത്തെ കാര്യം അതുപോലെ തന്നെയാണ്.
മന്ത്രം നല്ല മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഫീൽഡ് അവിടെ ഒരു തീർച്ചയായിട്ടും. ഓറയാണ്. തീർച്ചയായിട്ടും. ഓറയാണ്. Definitely. അല്ലേ? യാതൊരു തർക്കമില്ല. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ അതിനകത്തൊക്കെ ആയത്തുൽ കുർസി എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ അത് പ്രൊട്ടക്റ്റീവ് ഇതായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ മുസ്ലിം സമുദായത്തിന് ആൾക്കാർ വരുന്നത് ഇത് ജപിക്കാൻ പറയും. ക്രിസ്ത്യാനിറ്റിയിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ലോകം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാനത് ഒരു മൂലമന്ത്ര ജപമാക്കിയിട്ട് കൊടുക്കും. അവരിഷ്ടപ്പെട്ട ദേവതയുടെ മൂലമന്ത്ര ജപം സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ അക്ഷരങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ദേവതയായിട്ട് അവിടെ വർക്ക് ചെയ്യും. ദേവതയായിട്ട്. അതേസമയം ലോങ് പ്രാർത്ഥനയാകുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ കുറേ പരാതി പരിവേദന പറയുന്നതാകുമ്പോൾ ഒരു പർട്ടിക്കുലർ ദേവത ആക്റ്റീവ് ആവുന്നു. അതിനകത്ത് ഈ താന്ത്രിക് സയൻസ് വർക്കൗട്ട് ആവില്ല. അപ്പോൾ അത് തന്നെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഈ താന്ത്രിക് സയൻസ് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി കൊടുക്കാറുണ്ട്. അത് നല്ല റിസൾട്ടായിട്ട് കാണാറുണ്ട്. കാരണം അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ദേവതകളെ മറ്റ് ദേവതകളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ജീവിതം വേണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ, കാരണം അവർക്ക് ഒരു ബ്രെയിൻ വാഷിങ്ങിലാണല്ലോ ആളുകൾ. മറ്റ് മതങ്ങൾ എല്ലാം വിശാലങ്ങളാ ദേവതകൾ എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഒരു സുപ്രഭാതത്തിൽ ദേവിയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് പറ്റത്തില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നവർക്ക് കാര്യമായിട്ട് ഇത് അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങളിത് പഠിപ്പിച്ചാലെന്ന് പറഞ്ഞ് വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ആളുകൾ നിർബന്ധിക്കാറില്ല. അപ്പം അത് അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചെറുപ്പത്തിലെ വളരെ ചില പ്രാധാന്യമുണ്ട് ട്രെയിനിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിന് അനുകൂലമായിട്ട് ഒഴുകി വിടാനാണ്. അതുകൊണ്ട് അവരുടെ തന്നെ ദേവതയെ എടുത്തിട്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇളക്കാം. അതവർക്ക് കൂടുതൽ പവർ ഉണ്ടാക്കിയത്. ആർക്കിടെക്ട്സ് ഈ കാലം മുതലേ നമ്മുടെ മനസ്സിലേക്ക് കുടിയേറി വരുന്നതാണ്. അതിന് എത്രത്തോളം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും? ഭീകരമായ അവസ്ഥകളാണ്. ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിഭീകരമായ ഒരവസ്ഥയിലൊക്കെ ഭീകരാവസ്ഥ. കാരണം ഇപ്പോഴത്തെ സിനിമ തന്നെ കണ്ടില്ലേ, അല്ലേ? ജയിലർ എന്ന് പറഞ്ഞ സിനിമ. അതിനകത്തൊരു 4 ഹീറോസ് ഭീകരമാണ്. ഈ ഹീറോയും വില്ലനും തമ്മിലൊന്നും ഒരു പ്രത്യേകതയില്ലാത്തത്. ആദ്യം തന്നെ വിനായകൻ്റെ ക്യാരക്ടർ കാണിക്കുന്നത് തലകീഴായിട്ട് ആളെ കെട്ടിത്തൊട്ടിട്ട് ചുറ്റി കടിച്ച് തല തെറിപ്പിക്കുന്നതായിട്ടാണ്. ചോര തെറിച്ച് കേസ് കയറും. അത് കഴിഞ്ഞ് രജനീകാന്തിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആളുകളെ കൊല്ലുന്നു. മോഹൻലാലിൻ്റെ ക്യാരക്ടർ തലകീഴായിട്ട് പോലെ. ഇതിനകത്ത് ഹീറോയിസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വയലൻസ് കാണിക്കും. എല്ലാ സിനിമയും ഇന്നത്തെ കണ്ടില്ല. ഈ യുവതലമുറ ഇന്നത്തെ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാകും. പണ്ട് കാലത്തെ കുറച്ചുകൂടെ ധാർമ്മികതയുണ്ട് സിനിമ. ഇത് കാണിച്ച് കംപ്ലീറ്റ് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആർക്കിടെക്ട്സ് ചെറുപ്പത്തിലേ നല്ല ആർക്കിടെക്ട്, ഭാരതത്തിലെ കൃഷ്ണൻ ഇങ്ങനെയുള്ള നല്ല നല്ല ആർക്കിടെക്ട്, അത് കുട്ടികൾ കണ്ടു പറയുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഇതുണ്ടാകും, നല്ലൊരു മൈൻഡ് ഉണ്ടാകും, നല്ലൊരു മനസ്സുണ്ടാക്കുന്നതാണ് എൻ്റെ തോന്നുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെറുപ്പത്തിലെ കിട്ടുന്ന ആർക്കിടെക്ട്സ് നെഗറ്റീവായിട്ട് അവനെ അത് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അവൻ്റെ ക്യാരക്ടർ ഈ നെഗറ്റീവ് ആർക്കിടെക്റ്റുള്ളപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് ഈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂണ്ടാവുന്നത്. ആ കെമിക്കൽസ് ഉണ്ടാവും. ആ കെമിക്കൽസ് ഉണ്ടാവും. അതുമായി തുടർന്നുള്ള ആർക്കിടെക്ട്സുകൾ കയറുന്നുണ്ട്. നമ്മൾ ഈ പ്രേത വിഷയങ്ങളൊക്കെ ആവാഹിച്ച് ഇപ്പം അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞു. ആ ആവാഹിച്ച് മുന്നിലാക്കി അവിടെ സമർപ്പിക്കണമെന്ന് ഭാരതത്തെ സിസ്റ്റത്തിൽ പറയും. ക്ഷേത്രം അതെടുക്കുന്ന ക്ഷേത്രങ്ങളെ കൊണ്ട് സമർപ്പിക്കണം. എന്തിനാണ്? അവർ നല്ല ആൾക്കാരാണ്. പക്ഷെ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഇവരുടെ കെമിക്കൽസ് നെഗറ്റീവ് ആകുന്നുണ്ട്. മോശം സാധനങ്ങൾ ഈ സൂക്ഷ്മ ശക്തികൾ പ്രോസസ് ചെയ്യും. ആ ഫ്രീക്വൻസി നെഗറ്റീവ് ആകുന്നു. ആ ഫ്രീക്വൻസി നമ്മൾ കീപ്പ് ചെയ്യുന്നു. മരിച്ച ആൾ എന്തായാലും നെഗറ്റീവാണ്. ആളെത്ര സ്നേഹമുള്ള ആളോ അത്രയും നെഗറ്റീവ് കൂടും. നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ്. ഇപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റേ ആളുടെ കാര്യം പറഞ്ഞിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരിച്ചു കഴിയുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവ് എനർജി തരുന്ന ആള് മരിച്ചാൽ ആ നിമിഷം മുതൽ ആ ഫിഗർ അത്ര നെഗറ്റീവ്. തിരിച്ചാണ് വിചാരിക്കുന്നതല്ല. പലർക്കും അറിയത്തില്ല. അവരെന്നും ഫോട്ടോ ഒക്കെ വെച്ച് അതിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ ഹൈ ഡിപ്രഷന് വന്നാൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ സമയത്ത് മോന് 20 വയസ്സുള്ള ആക്സിഡൻറ്റിൽ മരിച്ചു. അതിൻ്റെ വലിയ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വീട്ടിൽ സെറ്റൗട്ടി വെച്ചിട്ട് എന്നും അതിൻ്റെ അവിടെ കുറേ നോക്കിയൊക്കെ നിന്ന് തൊട്ട് അതിലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് അത് ജോലിക്ക് പോകും. ഡിപ്രഷൻ ഹൈ ലെവലിലെത്തി. നോക്കിയപ്പോൾ ഇപ്പോൾ ഈ പയ്യൻ്റെ മാത്രമല്ല വേറെ 3 ആളുകൾ കയറിയിരിക്കുക നെഗറ്റീവ് എനർജികൾ. അതാണ് ഡിപ്രഷൻ ഉണ്ടാക്കുന്നത്. ഇത്രയും അങ്ങനെ ഈ പയ്യനെ നമ്മൾ ആവാഹിച്ചിങ്ങനെ മാറ്റി അവിടെ കൊണ്ട് സമർപ്പിച്ച് ഈ ഫോട്ടോയും വലിച്ചു പറഞ്ഞ് ദൂരെ കളഞ്ഞ് കഴിഞ്ഞപ്പോൾ
ഇപ്പോൾ അവർ നല്ല രീതിയിൽ പണിക്ക് പോകുന്നു, നല്ല രീതിയിൽ ജീവിക്കുന്നു. വേറെ പല അസുഖങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിന്റെ എളുപ്പം ഇതാണെന്ന് മനസ്സിലാകത്തില്ല. സൈക്കോസോമാറ്റിക് കഴിഞ്ഞിട്ടുള്ള അവസ്ഥകളുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. സൈക്കോസോമാറ്റിക് ഡിസോർഡറിൽ ഉപരിയായിട്ടുള്ള പ്രശ്നങ്ങൾ സിംറ്റംസ് കാണിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് എളുപ്പം ഇത് മൈൻഡിൻ്റെ ആണ് മനസ്സിലാക്കുന്നത്. പക്ഷെ മൈൻഡിൻ്റെ ഈ ഓട്ടോമൊബൈൽ ഡിസീസ് ഈ പറഞ്ഞുകൊണ്ടുള്ള ആർക്കിടെക്ചറിന്റെ വിഷയം. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ കിടന്നാൽ പോയി. പണ്ടൊക്കെ വീട്ടിലെ അമ്മമാര് നല്ല നല്ല കഥാപാത്രങ്ങളാണ് നമുക്ക് ആർക്കിടെക്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നല്ലൊരു ഇമ്പോർട്ടൻ്റ് ജനറേഷനിലെല്ലാം അതെല്ലാം ചുരുങ്ങി ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ ആൾക്കാരില്ല. കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം സോഷ്യൽ മീഡിയ. ഈ കാലത്ത് എനിക്ക് വലിയൊരു അർത്ഥം പറ്റി. നമ്മുടെ കൊച്ചു പയ്യൻ, അവന് സ്പൈഡർമാൻ്റെ കഥ എന്തോ ചിലന്തി കടിച്ച് അയാൾക്ക് സ്കില്ല് കിട്ടിയപ്പോൾ അയാൾ 1-2 പ്രാവശ്യം തെറ്റുകൾ ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് പശ്ചാത്താപം പറഞ്ഞിട്ട് അയാൾ ആളുകളെ സഹായിക്കാൻ വേണ്ടി സ്കില്ലിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് നല്ലൊരു ആർക്കിടെക്റ്റല്ലേ, സംശയമില്ലല്ലോ. എൻ്റെ ഗ്രഹപ്പഴിക്ക് ഞാനിത് ഇതിൻ്റെ കഥ പറഞ്ഞു കൊടുത്ത് 2-3 വിഷ്വലൊക്കെ കാണിച്ചു കൊടുത്തു. ഈ കൊച്ചി നമുക്ക് ക്യാച്ച് ചെയ്തിട്ട് പിന്നെ ഭയങ്കര ഫൈഡർമാനാണല്ല, ഫൈഡർമാൻ കൊടുക്കുക വേണം, ശരി അതൊക്കെ വാങ്ങിച്ചു കൊടുത്തെല്ലാം കുറിച്ച്. ഇത് രാത്രി ഈ മൊബൈൽ വാങ്ങിച്ചാൽ ഇത് ഉറങ്ങത്തില്ല. ഈ മൊബൈലിനകത്ത് ഇത് കാണണം. എന്നാൽ ഇത് കാണിക്കാൻ വേണ്ടി കാർട്ടൂൺ ഇട്ട് കൊടുത്തപ്പോൾ കാർട്ടൂണല്ല, ഇത് വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ആളുകൾ ക്രൈം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഭയങ്കരമായ ക്രൂരതകൾ കാണിക്കുന്ന, മണ്ടത്തരങ്ങൾ അർത്ഥങ്ങൾ കാണിക്കുന്ന ഒരുപാട് കാർട്ടൂൺ സംഭവങ്ങളുണ്ട്. ഇതെല്ലാമായി വരുന്നത് നാച്ചുറൽ. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് അടിച്ചു നോക്കും, സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ വേഷം ഇട്ടുകൊണ്ട് കുറേ ആൾക്കാർ ബാങ്ക് റോബറി നടത്തുന്ന ആളുകൾ അടിക്കുന്നു, കുത്തുന്നു, വയലൻസ് ചെയ്യുന്നു. ഇത് തന്നെ കൊച്ചിൻ്റെ സ്വഭാവമാണ്. പിന്നെ നിർബന്ധമായിട്ട് സ്റ്റോപ്പ് ചെയ്യും. നിർബന്ധമായിട്ട് ഇപ്പോഴും ഫൈഡർമാനെ വിട്ടിട്ടില്ല. നമ്മൾ പിന്നെ ലിറ്റിൽ കൃഷ്ണൻ്റെ മറ്റേ സാധനങ്ങൾ അങ്ങനെ കുറേ സാധനമുണ്ട്. ഇതൊക്കെ നിർബന്ധിതമായിട്ട് കാണിക്കത്തുള്ളൂ. ചോട്ടാ ഭീമോ ലിറ്റിൽ കൃഷ്ണനൊക്കെ കാണിച്ചു കൊടുത്ത് പതുക്കെ അത് കട്ടി കുറച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഒറ്റയടിക്ക് പറ്റത്തില്ല, അത് അഡിക്റ്റായി വരണ്ടോ. രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു പിന്നെ അത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് കുറേ ചീത്തവിളി കേട്ടിട്ട് കട്ട് ചെയ്ത് അതങ്ങനെ വലിയ പാട് കൊടുത്തിരുന്ന് നമ്മൾ എടുത്തോണ്ടിരിക്കും. കാരണം ആ സ്വഭാവം തന്നെ മാറി. എപ്പോഴും അടിമുടിയായി ഈ സോഫയിൽ അപ്പുറത്തെ സോഫയിൽ എടുത്ത് ചാടുക, ആളുകളെ ഉപദ്രവിക്കുക, വരുന്ന ആൾക്കാരെ ഉപദ്രവിക്കുക, വലിയ വിഷയങ്ങളായി. അപ്പം അത് നമുക്ക് കുറച്ച് കൊണ്ടുപോകും. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്വാധീനം ഉണ്ട്. അപ്പം അത് ഈ വയലൻസ് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതാണ്. വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ അതാണ്. ഇങ്ങനെ ഒരു ഗെയിം തുടർച്ചയായിട്ട് ഗെയിം കളിച്ചുകൊണ്ട് മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ കാണാറില്ലേ. ആ ഗെയിം കണ്ടുകൊണ്ട് മരിച്ചുപോയി. എന്താ കാര്യം? ഈ വിഷ്വൽ ലോകത്താണ് നിൽക്കുന്ന, ഇത് സെൻസ് വർക്ക് ചെയ്യുന്നില്ല. ഇവരുടെ ഈ എനർജി കൺസംഷൻ നടക്കുന്നുള്ളൂ. അങ്ങനെ തുടർച്ചയായ മണിക്കൂറുകൾ കുറേ ദിവസം ഫണ്ട് പോലും ഇല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ ചത്തുപോകത്തില്ല മനുഷ്യൻ, എനർജി ഇല്ലല്ലോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഈ സാധനങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ എളുപ്പം ഓർക്കത്തില്ല. പുറത്തുള്ളൊരു പക്ഷിയെ കാണുന്നതല്ലേ ഇതിനകത്ത് കാണുന്നത്, അതിലും ഭംഗിയുണ്ടല്ലോ എന്നല്ലേ ചിന്തിക്കുന്നുള്ളൂ. പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നത്. വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു നല്ല കുളത്തിനെ വെച്ചിട്ടുണ്ട് ഒരു സുഖം തോന്നും. കുളത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സത്യത്തെ അവിടെ സംഭവിക്കാം. നേരത്തെ എപ്പോഴും ഒരു വെള്ളം കണ്ട് കിട്ടിയ പോസിറ്റിവിറ്റി അവിടെ യൂസ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യും. നമ്മുടെ ഉള്ളിലെ പഴയ വെള്ളത്തിൻ്റെ ഓർമ്മകളെ ആർക്കിടെക്റ്റിനെ ആ വെള്ളത്തിൻ്റെ മണം, രുചി, അല്ലെ കാഴ്ച, ആ വെള്ളത്തെ നമ്മൾ പണ്ട് മുങ്ങിക്കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ആ തണുപ്പിൻ്റെ സുഖം, ഈ സെൻസറി ലേണിംഗ് എല്ലാം കൂടെ ഒന്ന് നമുക്ക് ആക്റ്റീവ് ആക്കിയിട്ട് ഒരു ഇമാജിനേഷനിലുള്ള ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു ഓർമ്മ മാത്രം വരും. അതുപോലെയാണോ ശരിക്കുള്ള വെള്ളത്തിൽ അതുപോലെ വരുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമുക്ക് പറ്റാറുണ്ട്. അങ്ങനെ ഒരു അമ്പലക്കുളത്തിൽ പോയി നമുക്ക് ഒരു ദിവസം മുഴുവൻ കിടന്ന് തകർക്കാൻ നമുക്ക് ആഗ്രഹമില്ല. അപ്പോൾ ഉള്ള എനർജി ഈ ഇത് കണ്ടിട്ടുള്ള എനർജി തമ്മിൽ വ്യത്യാസമില്ല. ഇവിടെ കൺസെപ്ഷൻ അല്ലേ നടക്കുന്നത്, നമ്മൾ എനർജി കിട്ടുകയല്ലേ ചെയ്യും. ഇന്നത്തെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഈ ഈ പ്രശ്നം പറഞ്ഞാൽ അവർക്ക് ഈ സോഷ്യൽ മീഡിയ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ആർക്കിടെക്റ്റിനെ ഇതുപോലെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആടിനെ തുപ്പ് കാണിച്ചു കൊണ്ടുപോകുന്നത് നമ്മളെ വലിച്ച്
ഈ സങ്കല്പ വിർച്വൽ വേൾഡിൽ കൊണ്ടുപോയി നമ്മുടെ 5 സെൻസറി ലേണിംഗ് ഇല്ലാതാക്കി, എനർജി ഇല്ലാതാക്കി, ഡിപ്രഷൻ വരുത്തി ആത്മഹത്യ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ നമ്മൾ AI കൊണ്ട് ഒരു വീഡിയോ കണ്ടാൽ അതുപോലത്തെ സജഷൻ 100 വരും. പിന്നെ നമ്മൾ വലിച്ചു എന്തെങ്കിലും ഒരു നെഗറ്റീവ് വീഡിയോ സംഭവം കണ്ടാൽ അതുപോലത്തെ 100 നമുക്ക് വരും. നമ്മളെ ടേസ്റ്റ് മനസ്സിലായി വലിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ വിർച്വൽ വേൾഡിൽ കൊണ്ടുപോകും. ഇപ്പോൾ 5 സെൻസിന് ഓക്സിജൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനർജി കിട്ടുന്നില്ല, ബ്രെയിൻ ഓക്സിജൻ കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും വെന്റിലേഷൻ വരുന്നില്ല, പ്രോപ്പറായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ബ്രീത്തിങ് പാറ്റേണിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങുകയായി എല്ലാ സ്ഥലങ്ങളിലും. എങ്ങനെയാണ് ഒരാളുടെ നെഗറ്റീവ് ആർക്കിടൈപ്പ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്? നോക്കിയാൽ മതി. നമ്മൾ ബിഹേവിയർ അത് കണ്ടാൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനർജി ലെവൽ കണ്ടാൽ അറിയാം. സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാൻ അവിടെ ബിഹേവിയർ നോക്കിയാൽ മതി. സിമ്പിൾ അല്ല. ഈ ബിഹേവിയറിലെല്ലാം വേസ്റ്റ് നമ്മളില്ലതേ അത് നമുക്ക് എളുപ്പം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ശ്രീധരൻ നമ്പറിൽ ഒരാളില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ നല്ല കുറെ ആർക്കിടെക്റ്റിനെ വെച്ച് സംസാരിക്കുന്നത് നന്നായിട്ട് പെരുമാറും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പിടിവിട്ട് പോകും, എന്തെങ്കിലും പറയുമ്പോൾ കൺട്രോൾ പോകും. അത് നെഗറ്റീവ് ആർക്കിടെക്റ്റുള്ളൂ. എൻ്റെ പെരുമാറ്റം ബോധമില്ലാതായിരിക്കും, ഒബ്സർവേഷൻ ഇല്ലാതായിരിക്കും, തോട്ട് പ്രോസസ്സിലായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്ക് വിനിയാവും, പണിയാവും. ഒബ്സർവ് ചെയ്ത് എനർജി ഒബ്സർവ് ചെയ്ത് പ്രസൻറ്റിൽ പ്രവർത്തിക്കുമ്പോഴാണ് പോസിറ്റീവായിട്ട് എനർജി മാനിഫെസ്റ്റ് ചെയ്ത് നല്ല ലൈഫ് ഉണ്ടാക്കിയെടുക്കുന്നത്. പാസ്റ്റിൽ ഫ്യൂച്ചറിൽ സങ്കല്പത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് തന്നെയുള്ള പണിയാണ് ചെയ്തത്. ഇവരുടെ ഈ പ്രശ്നം വെക്കുന്നത് പറയുന്നത് ഫ്യൂച്ചറിലും പാസ്റ്റിലോ പാസ്റ്റിലും നിൽക്കുന്നതുകൊണ്ടാണ് അല്ലേ? എല്ലാ മാനസിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനം അത് എങ്ങനെ അത് തിരിച്ച് റിക്കവർ ചെയ്യുന്നത് മാത്രമേ ചോദ്യം. അതാണ് പഠിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് അതിന് വേണ്ടിയിട്ടാണ് മൈൻഡ്ഫുൾനെസ് കൊടുക്കുന്നത്, പ്രസന്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മൈൻഡ്ഫുൾനെസ് കൊടുക്കുമ്പോൾ ഈ ആർക്കിടൈപ്പ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് പ്രശ്നം പറയുമ്പോഴെല്ലാം കൊള്ളാം, പക്ഷെ അതിന് പാർട്ടൗട്ടായി വരാൻ ബുദ്ധിമുട്ട് വരുന്നത് ഈ ആർക്കിടൈപ്പ് എടുക്കുന്നു. ഈ ആർക്കിടൈപ്പിനെ മാറ്റിയിട്ട് മൈൻഡ്ഫുൾനെസ് കൊടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സൈക്കോളജിസ്റ്റ് ഒക്കെ ശരിക്കും മൈൻഡ്ഫുൾനെസ്സിൽ എക്സ്പെർട്ടൈസ് ആണ്. നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒന്നിന്റെ ഒരു എത്താവല്ല നമുക്ക് ഫ്രീഡം ഉണ്ട്. ഇപ്പൊ വെള്ളത്തിന്റെ പവർ ഉണ്ടോ? അതിന് അതിരിക്കുന്ന ഷേപ്പാവാം, പാത്രത്തിന്റെ ഷേപ്പാണ്. അതല്ല എന്റെ പവർ. അവിടെയാണ് നമ്മൾ ഈ റീഫ്രെയിമിംഗ് ഒക്കെ ആലോചിക്കുക. നമ്മൾ ആർക്കിടൈപ്പ് അവരുടെ ഇപ്പോൾ ഏതൊരു വേർഡാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ലേണിംഗ് എന്നുള്ളൊരു വേർഡ്, അല്ലെങ്കിൽ സ്റ്റഡി എന്നുള്ളൊരു വേർഡ്, അതിന് ഓരോരുത്തരുടെ ഉള്ളിൽ അർത്ഥം വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് അതിന് ബേർഡ് എന്നായിരിക്കും മീനിങ് കിട്ടുക, ചിലർക്ക് അത് വിസ്ഡം മീനിങ് ഉള്ളവരുണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ അക്ഷരങ്ങൾ, ഓരോ വാക്കുകളുടെ അർത്ഥം വ്യത്യാസമുണ്ട്. അപ്പൊ അതിന് റീഫ്രെയിം ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ നമുക്ക് പിന്നീടുള്ള മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റീഫ്രെയിമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ക്ലാസ് എടുത്തോണ്ട് കഴിയുമ്പോഴത്തേക്കും അമ്മയെ കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ചു. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കുട്ടിക്ക് അമ്മയെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് വേറെ ആളുകൾ പോയത്, അമ്മ എന്ന് പറയുന്നത് കേൾക്കുന്ന ദേഷ്യം, അയാൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എനിക്ക് വളരെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു എക്സാമ്പിളാണത്. ഞാൻ കോളേജിൽ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ലെസൺ എടുക്കുകയാണ്. അപ്പം അതിനകത്ത് ഇതുപോലെ അമ്മയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രം ഭയങ്കര മൂഡ് ഓഫ് കിട്ടണേ എന്ന് വെച്ചാൽ അവൻ നമ്മൾ റീമാരേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനത് അക്സെപ്റ്റ് ചെയ്യാൻ അതുവരെ അവനത് ഉൾക്കൊള്ളാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അവൻ്റെ അവിടുത്തെ ആർക്കിടൈപ്പ് വർക്ക് ആയത് നെഗറ്റീവിലാണ്. അതുകൊണ്ടാണ് ഈ വലിയ പ്രശ്നം. ഇത് നമ്മുടെ ആർക്കിടൈപ്പിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ കത്തും. അതില്ലാതെ ചുമ്മാ മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ ആർക്കിടൈപ്പിനെ പറ്റും. അത് ചേഞ്ച് ചെയ്യാതെ ഒരു കാര്യം.